ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളം ഉൾപ്പെടെ ബാക്കിയുള്ള പല രാജ്യങ്ങളിലും ഇന്ന് ബക്രീദ് ആചരിക്കുകയാണ് അല്ലെ. സോ സക്സസ് സ്റ്റഡി സെന്ററിന്റെ പേരിൽ എല്ലാവർക്കും ഈദ് മുബാറക്. നമുക്കറിയാം നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്ട്സിന്റെ ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറെ പേര് ബയോളജി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ചാനലിലൂടെ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതാണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമേ ഉള്ളൂ എടുക്കത്തുള്ളൂ, ബയോളജി എടുക്കുകയില്ല. നമ്മൾ ഇതുവരെ കുറെ ചാപ്റ്റേഴ്സ് ചെയ്തു, അതായത് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സിന്റെ നമ്മൾ എന്ത് ചെയ്തു, ഈ ചാനലിലൂടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതെല്ലാം നമ്മുടെ +1 ഫോക്കസ് ഏരിയ പ്ലേലിസ്റ്റിലുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി നോക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തോട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. +1 പഠിക്കുന്ന കുട്ടികളാണെങ്കിലും +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിലും 10th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം, എക്സാം ആവാറായി. സെപ്റ്റംബർ 6 തൊട്ടാണ് എക്സാം. കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ അല്ലെ, 1.5 മാസം കൂടെ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. ഇത്ര നാൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു, അത് നമുക്ക് പോട്ടെ എന്ന് വെക്കാം. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും. ഇനിയും സമയമുണ്ട് മക്കളെ. ഈ മാസം തൊട്ടാണെങ്കിലും പഠിച്ചാൽ മതി. ഈ മാസം തൊട്ട് പഠിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് മേടിച്ചെടുക്കാൻ പറ്റും. കാരണം +1 ഫുൾ ഇല്ലല്ലോ പഠിക്കാൻ. +1 ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി. ആ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫുൾ മാർക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ചാപ്റ്റർ 15, അതായത് നമ്മുടെ ഫിസിക്സിലെ 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള, അതായത് അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഫോക്കസ് ഏരിയ മാറ്റി സാധാരണ ആ ചാപ്റ്റർ ഒന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതൊരു വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഡോപ്ലർ എഫക്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ ഫോക്കസ് ഏരിയ വന്നപ്പോഴേക്കും നമുക്ക് ആകെപ്പാടെ പഠിക്കാനുള്ള എന്താണ്, 2 ടോപ്പിക്സേ ഉള്ളൂ. ആ 2 ടോപ്പിക്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്സ്? ഒന്നാമത്തത് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്, ഒരു പ്രോഗ്രസീവ് വേവിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ റിലേഷൻ. രണ്ടാമത്തത് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്, ഒരു ട്രാവലിംഗ് വേവിന്റെ സ്പീഡ്. ഈ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവിൽ കുറെ ഡെറിവേഷൻസ് ഉണ്ട്. ഒരു 4 ഡെറിവേഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ കാണും. ആ 4 ഡെറിവേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യനും ചോദിക്കാം. മിക്കവാറും അതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. സോ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, ഫുൾ ആയിട്ട് പഠിക്കുക. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. പിന്നെ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏകദേശം 8 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. ആ 8 മാർക്ക് എന്ത് ചെയ്യണം, നമുക്ക് മേടിച്ചെടുക്കാൻ സാധിക്കണം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നേരെ എന്ത് ചെയ്യുക, ചാപ്റ്ററിലേക്ക് കടക്കാം. ഒന്നാമത്തെ ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് വേവ്സിനെ പറ്റി കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്. പക്ഷെ അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ഇത് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് അറിഞ്ഞാലേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വേവ്സ് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. പക്ഷെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, എഴുതിയെടുക്കുക, നോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, സോ നമുക്ക് ആദ്യമേ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോകാം. നോക്കിയ മക്കളെ, ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് വേവ്സ് എന്നാണ്. വേവ്സ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇത് പഠിക്കാനില്ല. പഠിക്കാനുള്ളത് ഞാൻ എടുത്ത് പറഞ്ഞോളാം, കേട്ടല്ലോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോണ്ടിരുന്നാൽ മതി. എന്താണ് വേവ്സ്? വേവ്സ് എന്ന് കണ്ടാൽ നമ്മൾ കണ്ടില്ലേ, തിരമാല അല്ലെ, ഇങ്ങനെ പോകും അല്ലെ, സൈൻ കർവ് മോഡൽ പോകുന്നത്. സൈൻ കർവ് മോഡൽ മാത്രമല്ല, പല രീതിയിൽ വേവ്സ് പോകും കേട്ടോ. അപ്പൊ സാധാരണ നമ്മൾ കാണുന്ന വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, തിരമാലകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ് അല്ലെ. ഈ ഒരു ഷേപ്പ് മാത്രമല്ല ഉള്ളത് കേട്ടോ. പല രീതിയിൽ വേവ്സ് പോവാം. എങ്ങനെ പോയാലും എല്ലാത്തിനെയും എന്തിനെ വിളിക്കുന്നുണ്ടോ, ഇതൊക്കെ എന്താണ്, വേവ്സ്. ഇതിനെ സൈൻ വേവ് എന്ന് വിളിക്കും. പലതരത്തിലുള്ള വേവ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാം എന്താ, വേവ്സ് തന്നെ കേട്ടോ. അപ്പൊ പലതരത്തിലുള്ള വേവ്സ് ഉണ്ട്. വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സത്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഇതൊരു ഫോം ഓഫ് എനർജിയാണ്. ഇത് എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക. പക്ഷെ നമ്മൾ മൂവ് ചെയ്യുക എന്നല്ല പറയുന്നത്. നമ്മൾ വേവ്സിന്റെ കാര്യം പറയുമ്പോൾ മൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്, പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയും. എന്ത് പറയും, പ്രൊപ്പഗേറ്റ് ചെയ്യുക. സോ വേവ് ഈസ് നത്തിങ് ബട്ട് എ ഫോം ഓഫ് എനർജി വിച്ച് പ്രൊപ്പഗേറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വേറൊരു മീഡിയത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വേറൊരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത്, പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പൊ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് പ്രൊപ്പഗേറ്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഓക്കെ, അത് ഡെഫിനിഷൻ പഠിക്കേണ്ട.
എത്ര ടൈപ്സ് വേവ്സ് ആണുള്ളത്? 3 ടൈപ്പ് വേവ്സ് ആണുള്ളത്. ഒന്നാമത്തത് മെക്കാനിക്കൽ വേവ്സ്. കേട്ടോ, 3 types of waves are there. ഒന്നാമത്തത് മെക്കാനിക്കൽ വേവ്സ്, രണ്ടാമത്തെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മൂന്നാമത്തെ ഏതാണ് മാറ്റർ വേവ്സ്. മനസ്സിലായല്ലോ? അപ്പൊ 3 ടൈപ്പ് വേവ്സ് ഉണ്ട്. ഒന്നാമത്തത് മെക്കാനിക്കൽ വേവ്സ്, രണ്ടാമത്തത് EM വേവ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മൂന്നാമത്തെ എന്താണ് മാറ്റർ വേവ്സ്. ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതിനെ പറ്റിയാണ്? മെക്കാനിക്കൽ വേവ്സിനെ പറ്റിയാണ്. കേട്ടോ, മെക്കാനിക്കൽ വേവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. EM വേവ്സ് ഒന്നും മാറ്റർ വേവ്സ് ഒന്നും പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു വിടും, കാരണം മനസ്സിലാക്കി വെക്കണം. ഇതെന്ന് പറഞ്ഞാൽ +2 ഒരു ചാപ്റ്ററിന്റെ പേരാണ് EM വേവ്സ് എന്ന് പറയുന്നത്. സോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക മാറ്റർ വേവ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതിനെ പറ്റിയാണ്? മെക്കാനിക്കൽ വേവ്സ്. ഓക്കെ, സോ നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? നമ്മുടെ മെക്കാനിക്കൽ വേവ്സിലേക്ക് പോവാം. ഓക്കെ, നോക്കിയ മക്കളെ, നമ്മൾ പറഞ്ഞു വേവ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ വേവ് ആണ് ഇത് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ. ഇതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മെക്കാനിക്കൽ വേവ്സ് ആണ് ഈ ചാപ്റ്ററിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് മെക്കാനിക്കൽ വേവ്സ് എന്നാന്ന് അറിഞ്ഞു വെക്കുക. നോക്കിയേ, മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ വേവ്സ് വിച്ച് നെസസറിലി നീഡ് എ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ. അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ഞാൻ പറയില്ലേ പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂവ് ചെയ്യുക. ഇങ്ങനെ വേവ്സ് എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തായിട്ട് മൂവ് ചെയ്യുന്നു. പക്ഷേ അതിനെന്ത് വേണം? റിക്വയർ എ മീഡിയം. ഒരു മീഡിയത്തിലൂടെ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഫ്രീ സ്പേസിലൂടെ മൂവ് ചെയ്യുവോ? ഇല്ല. ഒരു വാക്വത്തിലൂടെ ഇത് മൂവ് ചെയ്യുവോ? വാക്വം എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസ്, അതിനകത്തൂടെ മൂവ് ചെയ്യോ? ഇല്ല, മൂവ് ചെയ്യത്തില്ല. നെസസറിലി നീഡ് എ മീഡിയം. അതിനെന്ത് വേണം? ഒരു മീഡിയം വേണം. മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ദേ വിൽ പ്രൊപ്പഗേറ്റ്, ദേ വിൽ മൂവ്. മനസ്സിലായല്ലോ? സോ മെക്കാനിക്കൽ വേവ്സ് ആർ വേവ്സ് വിച്ച് നെസസറിലി റിക്വയർഡ് എ മീഡിയം. ഒരു മീഡിയം വേണം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്, ഫോർ ദെയർ പ്രൊപ്പഗേഷൻ. ആ പ്രൊപ്പഗേഷന് മീഡിയം വേണം. അങ്ങനെയുള്ള വേവ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ എക്സാമ്പിൾ നോക്കുക. ഈ എക്സാമ്പിൾ പഠിച്ചും കൂടെ വെക്കുക, കാരണം മനസ്സിലാക്കണം, ഇത് പിന്നീട് ഒരു ആവശ്യം വരും. സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മെക്കാനിക്കൽ വേവ്സ്? എക്സാമ്പിൾസ് ഓഫ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്നാമത്തത് വേവ്സ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഒരു സ്ട്രിങ് ഉണ്ട്, അതിൽ സ്ട്രെച്ച് ചെയ്ത് വെക്കുന്നു, അല്ലെ? സ്ട്രെച്ച് ചെയ്ത് വെക്കുമ്പോഴേക്കും എന്തുണ്ട്? അതിനൊരു വേവ്സ് ഉണ്ട്, അതിലൂടെ വേവ്സ് പോകും. അതെന്തിന് എക്സാമ്പിൾ? ആ മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിൾ. രണ്ടാമത്തത് വാട്ടർ വേവ്സ്. നമ്മൾ ഒരു വെള്ളത്തിൽ കൊണ്ട് കല്ലിടുന്നു, കല്ലിട്ട് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? വെള്ളം ഇങ്ങനെ പല സൈഡിൽ കൂടെ മൂവ് ചെയ്യുന്നു. അതെന്തിന് എക്സാമ്പിൾ? ആ മെക്കാനിക്കൽ വേവ്. സോ വാട്ടർ വേവ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മെക്കാനിക്കൽ വേവ്. ലാസ്റ്റ് വൺ ഏതാ? സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം ഏറ്റവും മേജർ ആയിട്ട് ഈ 2 എക്സാമ്പിൾ ഏതൊക്കെയാ? വേവ്സ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങും രണ്ടാമത്തേതാ സൗണ്ട് വേവ്സ് എന്ന് പറയും. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറ്റ് നെസസറിലി റിക്വയർഡ് എ മീഡിയം. അതിനെന്ത് വേണം? ഒരു മീഡിയം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യോ? വാക്വത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. കണ്ടോ? മെക്കാനിക്കൽ വേവ്സ് cannot propagate through vacuum. വാക്വത്തിലൂടെ എന്ത് ചെയ്യത്തില്ല? പ്രൊപ്പഗേറ്റ് ചെയ്യുകയില്ല. മനസ്സിലായല്ലോ? cannot propagate through vacuum. വാക്വത്തിലൂടെ എന്ത് ചെയ്യത്തില്ല? പ്രൊപ്പഗേറ്റ് ചെയ്യുകയില്ല. ഇറ്റ് നെസസറിലി നീഡ് എ മീഡിയം. അതിനെന്ത് വേണം? ഒരു മീഡിയം വേണം. സോ മെക്കാനിക്കൽ വേവ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി പഠിച്ചോണം. നോക്കിയേ, മെക്കാനിക്കൽ വേവ്സിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ട്രാൻസ്വേഴ്സ് വേവ്. ഒന്നാമത്തേതാ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. രണ്ടാമത്തേതാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. മനസ്സിലായല്ലോ? ഒന്നാമത്തത് ട്രാൻസ്വേഴ്സ് വേവ്, രണ്ടാമത്തെ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. സോ മെക്കാനിക്കൽ വേവ്സ് ആർ ഡിവൈഡഡ് ഇൻടു 2. One is transverse waves and another one is longitudinal waves. ഇനി നമുക്ക് മറ്റേ 2 വേവ്സിനെ പറ്റി ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഏതിലേക്ക് വരാം? ട്രാൻസ്വേഴ്സ് വേവിലേക്കും വരാം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് വരാം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാ? ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏതാ? മെക്കാനിക്കൽ വേവ്സ് ആണ്. അതിൽ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനൽ പറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേവ്സിനെ പറ്റി നോക്കാം. ഈ ബാക്കിയുള്ള 2 വേവ്സ് ഉണ്ട്. ആ 2 വേവ്സ് ഇമ്പോർട്ടന്റ് ആണോ? അല്ല, ബാക്കിയുള്ള 2 വേവ്സ് എന്ത് ചെയ്യത്തില്ല? ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഓർത്തിരിക്കേണ്ട എന്താണ്? നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ മെക്കാനിക്കൽ വേവ്സിനെ പറ്റി. ഓക്കെ, മറ്റേ ടൈപ്പ് വേവ്സ് ആണ് EM വേവ്സ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയും. സോ നമ്മൾ ആദ്യം പഠിച്ച മെക്കാനിക്കൽ വേവ്സ് ആണ്, രണ്ടാമത് പഠിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. സോ ആദ്യം പഠിച്ചത് മെക്കാനിക്കൽ വേവ്. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ മെക്കാനിക്കൽ വേവ്സ്. ഒബ്വിയസ്ലി നമുക്ക് അറിയാം, കാരണം മറ്റേതല്ലായിരുന്നു മെക്കാനിക്കൽ വേവ്സ്. സോ നമുക്ക് ഇത് പറയാം, ഇറ്റ് ഈസ് എ നോൺ മെക്കാനിക്കൽ വേവ്സ് which do not require medium for their propagation. മറ്റേതിന് എന്ത് വേണം? മീഡിയം വേണം. പക്ഷെ ഇവിടെ എന്തായിരിക്കും? which do not require medium. ഇതിന് മീഡിയം വേണോ?
ഇതിന് മീഡിയം എന്ത് വേണ്ട? മീഡിയം വേണ്ട. സോ ദേ ആർ നോൺ മെക്കാനിക്കൽ വേവ്സ് വിച്ച് ഡു നോട്ട് റിക്വയർ മീഡിയം. അതിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട. മെക്കാനിക്കൽ വേവ്സിന് മീഡിയം വേണം, ഇതിന് മീഡിയം വേണ്ട. മീഡിയം വേണ്ടെങ്കിൽ എന്തായിരിക്കും? ദേ ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തേന് മീഡിയം വേണം. സോ ദേ കാൺ ട്രാവൽ ത്രൂ വാക്വം. വാക്വത്തിലൂടെ പോകാൻ പറ്റത്തില്ല. വാക്വം എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസ്. ഇവിടെയോ നോൺ മെക്കാനിക്കൽ വേവ്സ് ആണ് വിച്ച് ഡു നോട്ട് റിക്വയർ മീഡിയം. അതിന് എന്ത് വേണ്ട? മീഡിയം വേണ്ട. സോ ദേ ക്യാൻ ട്രാവൽ ത്രൂ വാക്വം. ഈ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 7 എണ്ണം ഉണ്ട്. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഏതൊക്കെയാണ്? 7. അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ +2 നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ചാപ്റ്ററിന്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. സോ ഏതൊക്കെയാണ്? RMI LXG. ഇങ്ങനെ ഓർത്താൽ മതി. LUXG. സോ RMI LXG മനസ്സിലായല്ലോ. എന്താണ് RMI LUXG? 7 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ R എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ വേവ്സ്. M എന്ന് പറഞ്ഞാലോ മൈക്രോവേവ്. കണ്ടോ? R എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്, M എന്ന് പറഞ്ഞാൽ മൈക്രോവേവ്, I എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്രാറെഡ്. I എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്. L എന്ന് പറഞ്ഞാൽ ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മുടെ സാധാരണ സൺലൈറ്റ്. U എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ്, X എന്ന് പറഞ്ഞാൽ എക്സ്റേ, G എന്ന് പറഞ്ഞാൽ ഗാമ റേസ്. സോ വാട്ട് ഈസ് RMI LXG എന്ന് പറഞ്ഞാൽ? R ഫോർ റേഡിയോ വേവ്, M ഫോർ മൈക്രോവേവ്, I for infrared, L for visible light, U for ultraviolet, X for X-ray and G for gamma rays. X-ray ഒക്കെ അറിയത്തില്ലേ? നമ്മുടെ സാധാരണ നമ്മുടെ കൈ കാലൊക്കെ പൊട്ടുമ്പോഴേക്കും നമ്മൾ എക്സ്റേ എടുക്കുക എന്ന് പറയത്തില്ല. ആ റേസ് തന്നെയാണ് എക്സ്റേസ്. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാക്കുന്ന റേസ്. അങ്ങനത്തെ കുറെ റേസ് ഒക്കെ ഉണ്ട്. റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉള്ളത്. ഓക്കെ, മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓവനിൽ യൂസ് ചെയ്യും. അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, അതൊക്കെ നമ്മൾ +2 പഠിക്കും. ആക്ച്വലി ഞാൻ പറഞ്ഞു ഇതും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്? ഇതറിയാതെ വേവ്സ് പഠിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായല്ലോ. സോ വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനിയിപ്പോ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഇനി ഒരെണ്ണം കൂടെ പഠിക്കാനുണ്ട്. അതേതാണ്? അതാണ് മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ വേവ്സ്. നോക്കി എന്താണ് മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ? മാറ്റർ വേവ്സ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ടൈപ്പ് ആണ്. ദീസ് ആർ ദ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? മെറ്റീരിയൽ പാർട്ടിക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേവ്സ് ആണ്. സോ ദീസ് ആർ ദ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. മെറ്റീരിയൽ പാർട്ടിക്കിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? മാറ്റർ വേവ്സ് എന്ന് വിളിക്കുന്നത്. ഈ മെറ്റീരിയൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ എടുത്തത്, ഈ ഒരു മെറ്റീരിയൽ ഇതിനകത്ത് എന്തൊക്കെ കാണാം? ആറ്റംസ് കാണാം, മോളിക്യൂൾസ് കാണാം. ആറ്റംസിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. സോ these are the waves associated with the material particles. Material particles എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ആറ്റംസ്, മോളിക്യൂൾസ്. മനസ്സിലായാലോ? ഇതൊക്കെയാണ് 3 ടൈപ്സ് വേവ്സ് എന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്. സോ മെക്കാനിക്കൽ, രണ്ടാമത്തേതായിരുന്നു നോൺ മെക്കാനിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മൂന്നാമത്തത് ആറ്റംസിലും ന്യൂക്ലിയസിലും ഒക്കെ ഉള്ള നമ്മുടെ മാറ്റർ വേവ്സിനെ പറ്റിയും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞു മെക്കാനിക്കൽ വേവ്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രാൻസ്വേഴ്സ് വേവ് എന്നും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സോ നമുക്ക് നേരെ നമ്മുടെ അതിലേക്ക് പോകാം. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ മെക്കാനിക്കൽ വേവ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നമ്മൾ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, സോ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഇമ്പോർട്ടന്റ് ആണ്, ട്രാൻസ്വേഴ്സ് വേവ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് വേവ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? If the direction of the vibration of the particles of the medium and the direction of waves are perpendicular, then the waves are called transverse wave. അതായത് എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ? ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, അതായത് അതിന്റെ അകത്ത് പോകുന്ന പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആകുമല്ലോ, ആ പാർട്ടിക്കിൾസിന്റെ ഡയറക്ഷനും വേവ് പോകുന്ന ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ വേവിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്. നോക്കിയേ, if the direction of the vibration of the particle of the medium and the direction of propagation of the waves are perpendicular, then the waves are called a transverse wave. നോക്കിയേ, ഞാൻ ഒരു പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, അതാകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാവും. നോക്കിയേ, ഒരു വേവ് മൂവ് ചെയ്യുന്നു. ഒരു വേവ് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാ മൂവ് ചെയ്യുന്നത്. കണ്ടോ? എക്സ് ആക്സിസിലേക്ക് ഈ സൈഡിലേക്കാണ് വേവ് മൂവ് ചെയ്യുന്നത്. കണ്ടോ? വേവ് മൂവ് ചെയ്യുന്ന ഈ സൈഡിലേക്ക്. ഈ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ, ഈ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യും. എല്ലാ പോയിന്റിലും എന്ത് ചെയ്യും? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യും. കേട്ടോ? പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ? അതായത് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലും റൈറ്റ് സൈഡിലേക്കും, ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലും. കണ്ടോ? അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അല്ലെ? ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. കണ്ടോ? ഇത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ.
അല്ലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ, ഇതോ വൈബ്രേഷൻ. ഇത് രണ്ടും പെർപെൻഡിക്കുലർ, വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഇത് രണ്ടും എന്താവുന്നു? പെർപെൻഡിക്കുലർ ആവും, വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ്. ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വേവ്സ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ, കണ്ടോ? വേവ്സ് മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷൻ, പക്ഷേ വൈബ്രേഷൻ ഈ ഡയറക്ഷൻ. വേവ്സും ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? സോ ദി ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലായല്ലോ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ്, പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷന്റെ ഡയറക്ഷനും ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ്, വേവ്സ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ. സോ ദേ ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലായല്ലോ? കണ്ടോ? വേവ്സ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ, പക്ഷേ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്താണ്? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഡയറക്ഷൻ ഓഫ് ഇതുണ്ടോ? നേരത്തെ ഇവിടെ എഴുതിയിട്ടില്ലേ? ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിരുന്ന ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ആരോ മാർക്ക് മുകളിലോട്ടുള്ളത് അല്ലെ, അതിന് എന്താണ്? വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. മനസ്സിലായല്ലോ? അപ്പൊ അത് രണ്ടും എന്താണ്? 90 ഡിഗ്രിയിലാണ്. കണ്ടോ? രണ്ടും 90 ഡിഗ്രി. ഡയറക്ഷൻ ഈ സൈഡിലേക്ക്, വൈബ്രേഷൻ ഈ സൈഡിലേക്ക്, തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. സോ ദീസ് ടൈപ്സ് ഓഫ് വേവ്സ് ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലായല്ലോ? ഇതിന് എക്സാമ്പിൾ ആണ് വേവ്സ് അലോങ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. പറഞ്ഞു വെച്ച് ഓർത്ത് വെച്ചോണം, കാരണം ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ അത് ഏത് വേവ്സ് ആണെന്ന് മനസ്സിലാക്കണം, ട്രാൻസ്വേഴ്സ് വേവ്സ് ആണെന്ന് മനസ്സിലാക്കണം. ഇടയ്ക്കിടയ്ക്ക് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് പറയും, അതെന്താന്ന് മനസ്സിലാക്കണം, ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നാ നോക്കാം. ഒരു ചെറിയൊരു വ്യത്യാസം. ഓക്കെ, മക്കളെ, അടുത്തതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിൽ പറഞ്ഞ എന്താണ്? വേവ്സ് മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷൻ ആണ്, ഈ വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ആയിട്ട്, വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ആയിട്ട്. ഇത് വേവ്സും ഇതെന്നതാ ഡയറക്ഷനും. ഇത് രണ്ടും എന്താണ്? പെർപെൻഡിക്കുലർ. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ഡയറക്ഷൻ, രണ്ടും പാരലൽ ആണ്. നോക്കിയേ, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ and the direction of propagation of wave are parallel. നേരത്തെ എന്തായിരുന്നു? പെർപെൻഡിക്കുലർ. ഇവിടെ എന്താ? പാരലൽ. സെയിം ഡെഫിനിഷൻ യൂസ് ചെയ്യുക. ഒരിടത്ത് പെർപെൻഡിക്കുലർ യൂസ് ചെയ്യുക, മറ്റേടത്ത് എന്താ? പാരലൽ എന്ന് യൂസ് ചെയ്യുക. സംഭവം തീർന്നില്ലേ? ഉണ്ടോ? ട്രാൻസ്വേഴ്സ് വേവ് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്ന് യൂസ് ചെയ്യുക, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പറഞ്ഞാൽ പാരലൽ എന്ന് യൂസ് ചെയ്യുക. then the wave is called longitudinal wave. സിമ്പിൾ അല്ലേ? സോ ഏതെങ്കിലും ഡെഫിനിഷൻ മറ്റേ ഡെഫിനിഷൻ പഠിച്ചാലും മതി, രണ്ടും സെയിം തന്നെയാണ്. ഒരിടത്തും എന്താ? പെർപെൻഡിക്കുലർ, മറ്റേനകത്ത് പാരലൽ. സോ പറഞ്ഞേ, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ആർ ഹിയർ പാരലൽ. പാരലൽ ആണെങ്കിൽ then the wave is called longitudinal wave. പറഞ്ഞുതരാം എന്താന്ന് നോക്കിയേ. ഒരു വേവ് മൂവ് ചെയ്യുന്നു, കണ്ടോ? ഒരു വേവ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഒരു വേവ് മൂവ് ചെയ്യുന്നു. അപ്പൊ വേവ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ, വേവ് മൂവ് ചെയ്യുന്നത്, വേവ് മൂവ് ചെയ്യാന്നല്ല നമ്മൾ പറയുന്നത്, എന്നാ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷൻ. അതേ ഡയറക്ഷനിൽ തന്നെയാണ് അതിന്റെ എന്ത്? വൈബ്രേഷൻ. മനസ്സിലായല്ലോ? വൈബ്രേഷൻ ഓൾസോ ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പൊ വൈബ്രേഷൻ എന്ത് ചെയ്യുക? സെയിം ഡയറക്ഷൻ അല്ലെങ്കിൽ പാരലൽ ആണ്. സോ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് എന്താണ്? പാരലൽ ആണെങ്കിൽ ദാറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇതിന് എക്സാമ്പിൾ ആണ് എന്ത്? സൗണ്ട് വേവ്സ്. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ എന്തായിരുന്നു? സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്നായിരുന്നു. സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഇവിടെ എന്താ എക്സാമ്പിൾ? സൗണ്ട് വേവ്സ്. മനസ്സിലായല്ലോ? രണ്ടും, കാരണം രണ്ടും പറയും. നമ്മളിപ്പം സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം ഏതാ? ട്രാൻസ്വേഴ്സ് വേവ്. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് മനസ്സിലാക്കി പഠിച്ചോണം. കേട്ടല്ലോ? ഇനി നമുക്ക് നോക്കി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. ഇത് ഫോക്കസ് ഏരിയയിൽ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എന്ത് ചെയ്യുന്നു, അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കാനുള്ള സാധനങ്ങളല്ല ഇത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ ആ പോയിന്റ് കൂടെ ഒന്ന് പറയാം. നോക്കി, അതായത് നമ്മളിപ്പോ ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുക്കുവാണെങ്കിൽ, ഏതാണ്? ട്രാൻസ്വേഴ്സ് വേവ് നമ്മൾ ആദ്യം പഠിച്ച പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ല. ഇപ്പൊ ഇങ്ങനെ ഒരു വേവ് എടുക്കുവാണെങ്കിൽ ഈ അപ്പർ പോർഷൻ, മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ആ പോർഷൻ വിളിക്കുന്ന പേരെന്നാ? ക്രസ്റ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ക്രസ്റ്റും. താഴത്തെ പോർഷനോ? ട്രഫ് എന്ന് വിളിക്കും. മനസ്സിലായല്ലോ? അപ്പം ഒരു വേവ് കൺസ്ട്രീം ആണെങ്കിൽ മുകളിലുള്ള പോർഷനെ എന്ത് ചെയ്യും? ക്രസ്റ്റ്. സൈൻ കർവ് ആണെങ്കിൽ മുകളിലുള്ള പോർഷനെ ക്രസ്റ്റ് എന്ന് വിളിക്കും, താഴെയുള്ളതിനെ എന്ത് വിളിക്കും? ട്രഫ് എന്ന് വിളിക്കും. ഇത് നോക്കിയേ, ഇത് ഏതിന്റെ കേസിലാണ്? ട്രാൻസ്വേഴ്സ് വേവ്. ഇതെന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയും. ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എടുക്കുവാണെങ്കിൽ, ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള വേവ്സ് എടുക്കുവാണെങ്കിൽ നോക്കിയേ, ഞാൻ കുറച്ച് വേവ്സ് വരയ്ക്കുകയാണെ. നോക്കിയേ, ഇതൊരു വേവ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോക്കിയേ, ഇവിടെ കുറെ ഉണ്ട്, അതായത് പ്രഷർ കൂടുതലാണ്. ആ സമയത്ത് മറ്റേ സൈഡിൽ പ്രഷർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ പ്രഷർ കൂടിയ പോർഷനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ. പ്രഷർ കൂടിയ പോർഷനെ വിളിക്കുന്ന പേരാണെന്ന് കണ്ടൻസേഷൻ. പ്രഷർ കുറഞ്ഞ പോർഷനെ വിളിക്കുന്ന പേരാണെന്ന് റെയർ ഫ്രാക്ഷൻ. ഇത് ഏതിന്റെ കേസിലാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിലാണ്. ആദ്യം പഠിച്ചത് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു,
എന്താ ക്രസ്റ്റും ട്രഫും എന്നാണ് നമ്മൾ പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിൽ എന്താണ് കണ്ടൻസേഷൻ, റെയർഫാക്ഷൻ. അപ്പം കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ റീജിയൺ ഓഫ് ഇൻക്രീസ്ഡ് പ്രഷർ, റീജിയൺ ഓഫ് ഇൻക്രീസ്ഡ് പ്രഷർ. മനസ്സിലായല്ലോ? കണ്ടൻസേഷൻ എന്ന് വിളിക്കാം റീജിയൺ ഓഫ് ഇൻക്രീസ്ഡ് പ്രഷർ. റെയർഫാക്ഷൻ വിളിക്കുന്ന പേരാണെന്ത് റീജിയൺ ഓഫ് ഇൻക്രീസ്ഡിന് പേര് എന്താ ഡിക്രീസ്ഡ് പ്രഷർ എന്ന് പറയും. മനസ്സിലായല്ലോ? റീജിയൺ ഓഫ് ഡിക്രീസ്ഡ് പ്രഷർ. സംഭവം മനസ്സിലായേ? സോ ആദ്യത്തെ ട്രാൻസ്വേഴ്സ് വേവ്, ഇറ്റ് ഹാസ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. കമ്മിങ് ടു ദ longitudinal wave, it has condensation and rarefaction. Condensation is nothing but the region of the increased pressure and the rarefaction is nothing but the region of decreased pressure. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് മക്കളെ. നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ എ പ്രോഗ്രസീവ് വേവ്. ഈ പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു സാധാ വേവ് തന്നെ ഒരു മീഡിയത്തിൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ട്രാവലിംഗ് വേവ് വിച്ച് മൂവ്സ് ഇൻ എ മീഡിയം ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു മീഡിയത്തിൽ എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യുന്നു. ആ ടൈപ്പ് ഓഫ് വേവിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ സോ പ്രോഗ്രസീവ് വേവ് എന്നാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പ്രോഗ്രസീവ് വേവ് എന്നാന്നല്ല അറിയേണ്ടത്, നമുക്ക് അവിടുത്തെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ, ഡിസ്പ്ലേസ്മെന്റിനുള്ള റിലേഷൻ. കണ്ടോ അവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താ? എ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇമ്പോർട്ടൻറ്റ്. സോ മറക്കരുത്, ഏതിനെ പറ്റി നമ്മൾ ആദ്യം പറയുന്നത്? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? y of xt is equal to a sin kx minus omega t plus 5. ഇമ്പോർട്ടന്റ് ആണ്, ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്താണ് a sin kx minus omega t plus 5? ഓരോന്ന് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ആദ്യമേ ഇതൊന്നും തമ്മിലുള്ള വ്യത്യാസം നോക്കി. എ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് ഇൻ മൈനസ് എക്സ് ഡയറക്ഷനിലാണെങ്കിലോ പോസിറ്റീവ് എക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് ഒമേഗ ടി എന്ന് വന്നേനെ. കണ്ടോ? നെഗറ്റീവ് എക്സ് ആയിരുന്നപ്പോ അവിടെ എന്തായി? നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ആവും. കണ്ടോ? നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് ആകത്തില്ല. അതേപോലെ നമ്മുടെ ഇക്വേഷൻ എന്ത് ചെയ്യും? എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നാവും. ഇവിടെ എന്തായിരുന്നു? കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നായിരുന്നു. പക്ഷെ ഇവിടെ എന്തായി? കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് 1. മനസ്സിലായല്ലോ? മനസ്സിലാക്കണം. പോസിറ്റീവ് എക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് എക്സ് ആണെങ്കിൽ y of xt is equal to a sin kx minus omega t plus 5. നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? y of xt is equal to a sin kx മൈനസിന് വരെ എന്താവും? kx plus omega t plus 5. മനസ്സിലായല്ലേ? ഈ y of xt എന്നാന്ന്, a എന്താന്ന്, k എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് മനസ്സിലാക്കുക. പോസിറ്റീവ് എക്സിൽ ആണെങ്കിൽ മൈനസ് ഒമേഗ ടി, നെഗറ്റീവ് എക്സിലാണെങ്കിൽ എന്താ? പ്ലസ് ഒമേഗ ടി. പ്ലസ് വന്നപ്പോൾ മൈനസ്, മൈനസ് വന്നപ്പോൾ പ്ലസ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിനി ഓരോന്നും എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്ക് ഓരോന്നും എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയ മക്കളെ, എന്താണ് നമുക്ക് ഓരോ ടേംസ് എന്നാന്ന് ഡിസ്കസ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഏതാ? നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഒരു വേവ് മൂവ് ചെയ്യുമ്പോൾ. നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതുണ്ട്, ഇങ്ങോട്ടാണ് വേവ് മൂവ് ചെയ്യുന്നത്. ഇതാണ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് എക്സ് ആണ്. ഇതാണ് എന്ത്? നെഗറ്റീവ് എക്സ് എന്ന് പറഞ്ഞാൽ. പോസിറ്റീവ് എക്സ് ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് എക്സ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ മൂവ് ചെയ്യും. മനസ്സിലായല്ലോ? ഇതാണ് പോസിറ്റീവ് സൈഡിലേക്ക്, ഇത് നെഗറ്റീവ് സൈഡിലേക്ക്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ നെഗറ്റീവ് സൈഡിലേക്കാ മൂവ് ചെയ്യുന്നെങ്കിൽ, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാ മൂവ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സൈൻ kx plus omega t plus 5. ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഇക്വേഷൻ. സോ ഒബ്വിയസ്ലി ദിസ് ടേം y of xt എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ പഠിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? സോ y of xt എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. എന്തിന്റെ ഫംഗ്ഷനിലാ? ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് ടൈം ടി. കണ്ടോ? ഇൻ ടേംസ് ഓഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആൻഡ് ടൈം ടി. പൊസിഷന്റെയും ടൈമിന്റെയും ബേസിൽ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്. അതായത് നമുക്കറിയാം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മൂവ് ചെയ്യുമ്പോൾ ഓരോ ടൈമിലും ഓരോ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? ഓരോ പൊസിഷനിലും ഓരോ ടൈമിലും എന്താണ്? ഓരോ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ടൈമിനനുസരിച്ച് പൊസിഷൻ മാറും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? y of xt എന്ന് കൊടുത്തത്. എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ, ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം. സോ ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ എക്സ് ആൻഡ് ടൈം ടി. പൊസിഷന്റെയും ടൈമിന്റെയും ബേസിൽ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേസ്മെന്റ് മാറുന്നു. സോ ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ എക്സ് ആൻഡ് ടൈം ടി. ഇത് നോക്കിയേ, y of xt കഴിഞ്ഞു. അടുത്ത ഏതാ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. മനസ്സിലായല്ലോ? അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ കണ്ടോ?
അപ്പൊ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുവാണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് ഇതിനെ വിളിക്കുന്ന പേരാണത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന് വിളിക്കുന്ന പേരാണത് ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ടേംസ് ഒക്കെ അറിയത്തില്ലേ നിങ്ങൾ നേരെ ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ എന്റെ വീഡിയോ കാണുക. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഇതെല്ലാം എന്താന്ന് പറയുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് പറയുന്നുണ്ട്, വേവ് നമ്പർ എന്താന്ന് പറയുന്നുണ്ട്, ഫ്രീക്വൻസി എന്താന്നൊക്കെ പറയുന്നുണ്ട്. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. നോക്കി, അപ്പൊ y of x t എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, a എന്ന് പറഞ്ഞാൽ എന്താ? ആംപ്ലിറ്റ്യൂഡ്, നത്തിങ് ബട്ട് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. നോക്കി അടുത്ത ടേം kx ലെ k എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ വേവ് നമ്പർ. എന്താ വിളിക്കുന്നത്? ആംഗുലാർ വേവ് നമ്പർ. സോ ആംഗുലാർ വേവ് നമ്പറിൽ നോക്കിയേ, ഈ കെയുടെ വാല്യൂ അല്ലെങ്കിൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓർത്ത് വെക്കുക. k is equal to 2pi by lambda. k is equal to എന്താണ്? 2pi by lambda. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ? വേവ് ലെങ്ത്. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് എന്ന് പറയും. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത്? ഇപ്പൊ നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോക്കി, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു ഓസിലേഷന് എടുക്കുന്ന ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. കേട്ടോ, ഇവിടെ തുടക്കം തൊട്ട് ഇവിടെ നിന്ന് കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒരു വേവ് ലെങ്ത്. ഒരു കംപ്ലീറ്റ് വേവിന് എടുക്കുന്ന ലെങ്ത് അതാണെന്ത്? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും വരയ്ക്കും. ഇപ്പൊ ഞാൻ ഇങ്ങനെയും കൂടെ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേവിന് ഉള്ള ആ ലെങ്ത്, ഇതെല്ലാം എന്താണ്? വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ്. സോ വേവ് ലെങ്ത് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ്, അല്ലെങ്കിൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ട്രഫ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേവിന് എടുക്കുന്ന ലെങ്ത്. മനസ്സിലായല്ലോ? ഇതെല്ലാം എന്ത് തന്നെയാണ്? വേവ് ലെങ്ത് ആണ്. സോ നമുക്ക് അറിയേണ്ടത് k എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ വേവ് നമ്പർ. അതിന്റെ ഇക്വേഷൻ എന്താണ്? k is equal to 2pi by lambda. k is equal to എന്താണ്? 2pi by lambda. മറക്കരുത്, k is equal to 2pi by lambda. ചിലപ്പോൾ പ്രോബ്ലംസ് ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വരും. അത് നമുക്ക് എന്ത് ചെയ്യാം? അവസാനം നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, സോ k is equal to 2pi by lambda. ഇനി നോക്കി, അടുത്തത് k കഴിഞ്ഞു. ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി. സോ ഒമേഗ ഇസ് നത്തിങ് ബട്ട് ആംഗുലാർ ഫ്രീക്വൻസി. നമ്മൾ അതൊക്കെ ഓൾറെഡി ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒമേഗയുടെ ഇക്വേഷൻ നമുക്കറിയാം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2pi by t എന്നാണ് അല്ലെ? ഒമേഗ എന്ന് പറഞ്ഞാൽ 2pi by t, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2pi ന്യൂ എന്ന് വേണമെങ്കിൽ പറയാം. 2pi by t അല്ലെങ്കിൽ എന്ത് പറയാം? 2pi ന്യൂ. ഈ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി തന്നെയാണേ. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. അപ്പൊ ഈ ഫ്രീക്വൻസിയും ടൈം പീരീഡ് തമ്മിലുള്ള വ്യത്യാസം എന്താ? f is equal to 1/t. f is equal to എന്താണ്? 1/t എന്ന് പറയാം. f is equal to 1/t. ഫ്രീക്വൻസി ടൈം പീരീഡും റെസിപ്രോക്കൽ ആണ്. സോ അതാണ് 2pi by t എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്താ? 2pi ന്യൂ. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്പർ ഓഫ് ഓസിലേഷൻസ്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു സെക്കൻഡിൽ എടുക്കുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു എണ്ണമാണ്. ആ എണ്ണത്തിന്റെ പ്രത്യേകത എന്താ? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എടുക്കുന്ന ഓസിലേഷൻ, അതിന്റെ എണ്ണത്തിനെയാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഈ ടേം മൊത്തമില്ലേ, kx plus ωt plus 5, അല്ലെങ്കിൽ kx minus ω, രണ്ട് ഏതുകൊണ്ട് എടുക്കാം. പ്ലസോ മൈനസോ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവിനും പ്ലസും, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് വരും. അപ്പൊ ആ ടോട്ടൽ, ഇതിന് ടോട്ടലിൽ വിളിക്കുന്ന പേരാണിത് ഫേസ് ആംഗിൾ എന്ന് വിളിക്കും. ഇതിന് വിളിക്കുന്ന പേരാണിത് ഫേസ് ആംഗിൾ. ഇനി നോക്കിയേ, ഈ ഫൈ ഉണ്ടോ? ഈ ഫൈനെ വിളിക്കുന്ന പേരാണ് ഫേസ് ആംഗിൾ എന്നല്ല, ഇനീഷ്യൽ ഫേസ് എന്ന് പറയും. ഫൈനെ വിളിക്കുന്ന പേരാണ് ഇനീഷ്യൽ ഫേസ്, തുടക്കത്തിലത്തെ ആംഗിൾ. അതാണ് ഇനീഷ്യൽ ഫേസ് ഫൈ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഈ ടേംസിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മനസ്സിലായല്ലോ? y of x എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് x ആൻഡ് t. x എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ t. സോ a എന്ന് പറയുന്നത്, a സൈനിനകത്ത് a എന്ന് പറഞ്ഞാൽ എന്താണ്? a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. k എന്ന് പറഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പർ ആണ്. മനസ്സിലായല്ലോ? കെയുടെ ഇക്വേഷൻ 2pi by lambda ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ട്രഫ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത്. അതാണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും. അത് കാണാനുള്ള ഇക്വേഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2pi by t, അല്ലെങ്കിൽ 2pi ന്യൂ എന്ന് പറയാം. സോ ടോട്ടൽ ദീസ് kx plus ωt plus 5, അതിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ആംഗിൾ എന്ന് പറയും. ഇതിനകത്ത് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ ഫേസ് എന്ന് പറയും. അതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2pi by t, അല്ലെങ്കിൽ 2pi f എന്ന് വിളിക്കും. ന്യൂ അല്ലെങ്കിൽ എന്താ? 2pi f. ഇതെല്ലാം സെയിം ഇക്വേഷൻസ് ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം. അപ്പൊ ഇത് ഓർക്കണം, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? 1/f ആണ്. അതേപോലെ തന്നെ k വേവ് നമ്പറിന്റെ ഇക്വേഷൻ ആയിരുന്നു 2pi by lambda.
ഇതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ. അപ്പൊ ആ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പോർഷൻ കൂടെ ഉള്ള ഏതാ, വെലോസിറ്റി എന്ന് പറയുന്ന ട്രാവലിംഗ് വേവിന്റെ ഒരു വെലോസിറ്റി. ആ ഒരു പോർഷൻ കൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കഴിയും. നോക്കിയ മക്കളെ, അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് എന്ന് പറയും. ആ സ്പീഡ് ഓഫ് സാധാരണ ഏതിന്റെ ആണെങ്കിലും, ഇപ്പൊ നമ്മളൊരു സൗണ്ട് വേവ് എടുക്കുകയാണെങ്കിൽ അത് ഓരോ മീഡിയത്തിലും ഓരോ സ്പീഡാണ് കാണിക്കുന്നത്. ഇപ്പൊ എയറിൽ ഒരു സ്പീഡ് ആയിരിക്കാം, അതേപോലെ തന്നെ നമ്മുടെ വാട്ടറിൽ ഒരു സ്പീഡ് ആയിരിക്കാം. അങ്ങനെ ഓരോതിലും ഓരോ മീഡിയത്തിലും ഓരോ സ്പീഡാണ് കാണിക്കുന്നത്. സോ സ്പീഡ് ഓഫ് എ വേവ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയംസ്. മീഡിയത്തിൽ എന്ത് ചെയ്തിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്പീഡ്. സോ സ്പീഡ് ഓഫ് എ വേവ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. സാധാരണ നമുക്ക് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ അറിയാം, v = എന്താണ്, എഫ് ലാംഡ അല്ലെങ്കിൽ ന്യൂ ലാംഡ എന്ന് നമ്മൾ പഠിക്കും അല്ലെ. ഇത് നമുക്ക് അറിയാവുന്ന, നമ്മളിത് 9ാം ക്ലാസ് തൊട്ട് കേൾക്കാറുള്ള ഒരു വേർഡ് ആണ് ഇത്. v = ന്യൂ ലാംഡ എന്ന് പറയും. ന്യൂ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്, വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി. ന്യൂ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, സോറി ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. ഇതെങ്ങനെ വായിക്കുന്നത്, ലാംഡ. മനസ്സിലായല്ലോ, ഇതിൽ ന്യൂ, ഇതെന്താ ലാംഡ. സോ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. സോ ഇത് ഓർത്ത് വെക്കുക, v = എന്താണ് ഇക്വേഷൻ, ന്യൂ ലാംഡ. ഇതല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ, ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ. v = എന്താണ്, ന്യൂ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ. സോ നമുക്ക് ഇനി ഓരോന്നിന്റെയും, അതായത് ട്രാൻസ്വേഴ്സ് വേവ് എന്താന്ന് വിളിച്ചു, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താന്ന് വിളിച്ചു, സൗണ്ട് വേവ്സ് ഒക്കെ എല്ലാം പറഞ്ഞു. ഈ ഇതിന്റെ എല്ലാം എന്ത് ചെയ്യണം, നമുക്ക് ഇക്വേഷൻസ് പഠിക്കണം. ഇക്വേഷൻസ് ചുമ്മാ പഠിച്ചാൽ പോരാ, ഡിറൈവ് ചെയ്ത് പഠിക്കണം. സോ നമുക്ക് അതിലേക്ക് കടക്കാം. സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഇതുപോലെ 3 സ്പീഡിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഒന്നാമത്തെ സ്പീഡാണ് സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഇപ്പൊ ഓർക്കുക, സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ഏത് വേവ് ആണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. മറക്കരുത്, സ്ട്രെച്ച്ഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സും, സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡ്. നോക്കിയേ, ട്രാൻസ്വേഴ്സ് വേവിന്റെ സൗണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഒരു സ്ട്രിംഗ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ സ്പീഡ് ഇക്വേഷൻ v = √T/μ. √T/μ. T എന്ന് പറഞ്ഞാൽ ടെൻഷൻ, സ്ട്രിങ്ങിന്റെ കാര്യമല്ലേ. അപ്പൊ ടെൻഷൻ ഓൺ ദ സ്ട്രിംഗ്, സ്ട്രിംഗിലേക്ക് കൊടുക്കുന്ന ടെൻഷൻ. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. നോക്കിയേ, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ലീനിയർ മാസ് ഡെൻസിറ്റി. മനസ്സിലായല്ലോ. അപ്പൊ T എന്ന് പറഞ്ഞാൽ ടെൻഷൻ, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ലീനിയർ മാസ് ഡെൻസിറ്റി. ഈ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശിക്കുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്, മാസ് ഓഫ് ദ സ്ട്രിംഗ് ഡിവൈഡഡ് ബൈ ലെങ്ത്. മനസ്സിലായല്ലോ. അപ്പൊ മാസ് ഓഫ് ദ സ്ട്രിംഗ് ഡിവൈഡഡ് ബൈ ലെങ്ത്, m/l എന്ന് പറയും. ഇതാണ് എന്ത്, ലീനിയർ മാസ് ഡെൻസിറ്റി. നോക്കിയേ, v = √T/μ. ഇതിനകത്ത് നിന്ന് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ലീനിയർ മാസ് ഡെൻസിറ്റി. ഇനി ഈ ഇക്വേഷൻ ഇങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ, ഇത് ഡിറൈവ് ചെയ്യാൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ. സോ അതിനു മുമ്പ് ഡിറൈവ് ചെയ്യുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഡൈമെൻഷൻ അനാലിസിസ് നമ്മൾ പഠിക്കും. ആ ഡൈമെൻഷൻ അനാലിസിസിലെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് അതിന്റെ ഡെറിവേഷനും കൂടെ നോക്കാം. ഏതാ, സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. നോക്കിയോ, അതിന്റെ ബാക്കിയാണ് ഈ ഇക്വേഷൻ. v = √T/μ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യുന്നത്. സോ അതിനു മുമ്പ് അറിയണം, ഈ സ്ട്രിങ്ങിന്റെ കേസിൽ, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിൽ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഏതിനേക്കാ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്നാമത്തെ എന്ന് പറയുന്നത്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിൽ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നാമത്തെ ഏതാണ്? ടെൻഷനെയാണ്, T അല്ലെ. രണ്ടാമത്തെ ഏതാണ്? നമ്മുടെ ലീനിയർ മാസ് ഡെൻസിറ്റി. മനസ്സിലായല്ലോ, ലീനിയർ മാസ് ഡെൻസിറ്റി. സോ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിൽ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ 2 factors. One factor is tension and second factor is linear mass density. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫോഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഡയമെൻഷനോട് ഒന്ന് അറിഞ്ഞു നോക്കാം. ഈ ഡയമെൻഷൻ ഓഫ് T എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസ് എന്ന് പറഞ്ഞാൽ m, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ LT⁻². ഓർത്തു വെക്കുക കേട്ടോ. F = ma. സോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. സോ ഇതിന്റെ ഡയമെൻഷൻ എന്താണ്? MLT⁻². മക്കളെ, ഇത് ഞാൻ പറയാൻ കാരണം നമുക്ക് ഇതിന്റെ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. ഏതാ? v = √T/μ എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ ടെൻഷന്റെ ഇതിന്റെ എല്ലാം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. m എന്ന് പറഞ്ഞാൽ മാസ് ആണ്, L മേളിലോട്ട് പോകുമ്പോൾ L⁻². അപ്പം ലീനിയർ മാസ് ഡെൻസിറ്റിയുടെ മ്യൂവിന്റെ ഡയമെൻഷൻ ചോദിച്ചാൽ എന്താണ്? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, അതായത് m L⁻². ഇനി ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇതിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാം. അപ്പൊ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 2 കാര്യങ്ങളാണെന്ന് മനസ്സിലായല്ലോ.
ഇനി നമുക്ക് ഡയറക്ട്ലി ആണോ ഇൻഡയറക്ട്ലി ആണോ അതിന്റെ പവർ ഒന്നും അറിയില്ല, അതാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ടെൻഷൻ ഓൺ ദ സ്ട്രിങ്, അതിനെ നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല അല്ലെ. നമുക്ക് ടെൻഷനും മറ്റെന്താണ് അതേപോലെ തന്നെ ലീനിയർ മാസ് ഡെൻസിറ്റി. അത് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ സാധാരണ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പവർ കൊടുക്കും T⁻A, അതേപോലെ മ്യൂ ആണെങ്കിൽ μ⁻B, ABC. ഇപ്പൊ 3 എണ്ണം ആണെങ്കിൽ ABC എന്ന് കൊടുക്കും. അപ്പൊ ഇതാണ് V is directly proportional to. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ, T⁻A μ⁻B. ഓക്കെ, സോ നമുക്ക് ഇനി ബാക്കി എന്തൊക്കെയാന്ന് നോക്കാം. ഈ സാധാരണ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു ഈക്വൽ സൈൻ, ഈക്വാലിറ്റി കൊടുക്കും. ഈക്വാലിറ്റി കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. സോ K എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. K എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ്. ബാക്കി എന്നാണ്ട്? T⁻A μ⁻B. ഇനി നോക്കി, ഓരോന്നിന്റെയും ഡയമെൻഷൻ നമുക്കറിയണം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1. മക്കളെ ഇത് അറിഞ്ഞില്ലേലും കുഴപ്പമില്ലടാ, കാരണം എന്നാ നമ്മുടെ ലോഗരിതം ടേബിൾ ഇതൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഈ K എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, അപ്പൊ അതേപോലെ തന്നെ ഇടുക. T⁻A T എന്ന് പറഞ്ഞാൽ ടെൻഷൻ. ടെൻഷന്റെ ഓൾറെഡി ഞാൻ കുറച്ചു മുമ്പ് എഴുതി എന്താണ്? MLT⁻². അതിന്റെ പവർ എന്താ? A. ഇനി അടുത്ത മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, ML⁻1. മാസ് പെർ യൂണിറ്റ് ലെങ്ത് പവർ D. മനസ്സിലായല്ലോ? ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിറൈവ് ചെയ്ത് എടുക്കാനായിട്ടുള്ളത്. നോക്കിയേ, നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ളത്, ഇപ്പൊ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യം. ആദ്യമേ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇടുക, പവർ കൊടുക്കുക, ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക. കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ ഫൈനലി എഴുതത്തുള്ളൂ. ഇനി ഓരോന്നിനും ഡയമെൻഷൻ ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? പവേഴ്സ് നമ്മൾ ഈക്വേറ്റ് ചെയ്യണം. സോ നമ്മൾ ആദ്യം ഈക്വേറ്റ് ചെയ്യുന്നത്, ഇവിടെ എമ്മും എല്ലും ടിയും ആണുള്ളത്. ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് എം. എമ്മിന്റെ പവേഴ്സ് ഈക്വേറ്റ് ചെയ്യാം. ആദ്യത്തെ സൈഡിൽ എം ഉണ്ടോ? ഇല്ല, എം ഇല്ല. അപ്പൊ നമുക്ക് എം ഇല്ലാത്തതുകൊണ്ട് m⁻0 എന്ന് കൊടുക്കാമല്ലോ അല്ലെ. എം ഇല്ലാത്തതുകൊണ്ട് m⁻0. അപ്പൊ ഇവിടെ 0 which is equal to, ഇവിടെ എം ഉണ്ടല്ലോ, എമ്മിന്റെ പവർ എത്രയാ? A. ഇവിടെ എമ്മിന്റെ പവർ എത്രയാ? B. സോ A+B. സോ 0 is equal to എന്ത് കിട്ടി? A+B എന്ന് കിട്ടി. 0 is equal to A+B. ഇതിനകത്തുനിന്ന് A is equal to എന്ത് എഴുതാം? +B അപ്പുറത്തോട്ട് പോകുമ്പോൾ -B. സോ A is equal to -B. കണ്ടല്ലോ, A is equal to -B എന്ന് കിട്ടി. ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് M. ഇവിടെ എം ഇല്ല, 0. അവിടെ m⁻A, ഇവിടെ m⁻B. സോ A+B equal to 0. ലെഫ്റ്റ് സൈഡിൽ 0, റൈറ്റ് സൈഡിൽ A+B. സോ A is equal to -B എന്ന് കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന L എടുക്കുന്നത്, ഏതാ എടുക്കുന്നത്? T എടുക്കും. സോ ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് M അല്ല L അല്ല, അടുത്തേതാ? T. ടിയുടെ എടുക്കുന്നു. കാരണം ഇവിടെ T എന്താ? -1 ആണ്. നോക്കിയേ, ഇവിടെ T -1 which is equal to, ഇവിടെയോ ടിയുടെ ഇവിടെ -2, മുകളിൽ A. -2 into A എന്താ? -2A. കണ്ടോ? -2 into A. ഇവിടെ ഉണ്ടോ T? ഇവിടെ T ഇല്ല, ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ T ഉള്ളൂ. സോ -2 into A -2A. നോക്കിയേ, -1ഉം -1ഉം പോയി, രണ്ടിടത്തെയും മൈനസ് പോയി. സോ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? 1 is equal to 2A എന്ന് കിട്ടും. 1 is equal to 2A. ഇതിനകത്ത് നിന്ന് A എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ 2നെ ഇങ്ങോട്ട് ഉണ്ടാകും പോരെ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡ് ആവും. സോ A is equal to എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. സോ A is equal to നമുക്ക് എത്ര കിട്ടി? 1/2. ഡൗട്ട് ഇല്ലല്ലോ? ആദ്യമേ ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് M എടുത്തു. ഒരു സൈഡിൽ 0, മറ്റു സൈഡിൽ A+B. A+B equal to 0, A is equal to -B. ഇനി അടുത്ത T എടുത്തു. ടിയുടെ ഇവിടെ -1 കണ്ടോ? -1. ഇവിടെയോ -2A. കണ്ടോ? പുറത്തെ സൈഡിൽ ഇല്ലായിരുന്നു, T ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് -1 equal to -2A. രണ്ടിടത്തെ മൈനസ് പോയി. 1 is equal to 2A, A is equal to 1/2. A 1/2 T. ഇനി നോക്കിയേ, A 1/2 ആണെങ്കിൽ നമുക്ക് ബിയും കൂടെ അറിഞ്ഞാൽ പോരെ. ബി അല്ല, ബി. ബി എന്ന് പറഞ്ഞാൽ എന്താ? B is equal to -A എന്ന് എഴുതി. -A എന്നാണെങ്കിൽ -1/2. A is equal to -B എന്ന് പറഞ്ഞാൽ B is equal to -A. കണ്ടോ? B is equal to ഒരു സൈൻ മാറി -1. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക? എയും ബിയും കിട്ടി, ഇതെടുത്ത് നേരെ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കുക. ഈ ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ടിട്ട് കൊടുക്കുക. നോക്കിയേ, V is equal to K into T⁻A. T⁻A. യുടെ വാല്യൂ എത്രയാ? 1/2. അടുത്ത μ⁻B. ബിയുടെ സ്ഥാനത്ത് -1/2. നോക്കിയേ, V എന്ന് പറയുന്ന വെലോസിറ്റി. ഇപ്പൊ ഇവിടുത്തെ കേസിൽ എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. കെയുടെ വാല്യൂ എത്രയാണ്? 1 ആണ് കേട്ടോ. കെയുടെ വാല്യൂ എത്രയാണ്? 1. അപ്പൊ V is equal to കെയുടെ സ്ഥാനത്ത് 1 കൊടുത്തു. T⁻½ എനിത്തിങ് റൈസ് ടു ഹാഫിനെ, ഇപ്പൊ T⁻½ നമുക്ക് എങ്ങനെ എഴുതാം? √T എന്ന് എഴുതാം. T⁻½ എങ്ങനെ എഴുതാം? √T into, ഇവിടെ നോക്കിയേ, μ⁻⁻1/2. μ⁻⁻1/2 അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/μ⁻½ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് μ⁻⁻1/2നെ 1/μ⁻½ എന്ന് എഴുതിയേ? μ⁻⁻1/2നെ താഴോട്ടിറക്കുമ്പോ എന്താവും? 1/μ⁻½ എന്ന് എഴുതാലോ. ഈ μ⁻½ ആണല്ലോ √μ എന്ന് എഴുതിയത്. കണ്ടോ? T⁻½ √T എന്ന് എഴുതി. μ⁻−1/2 ആയതുകൊണ്ടാണ് താഴെ വന്നത്. മൈനസ് ആയതുകൊണ്ടാണ് 1/√μ എന്ന് എഴുതി. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V is equal to √T/μ. ഈ ഇക്വേഷൻ ആണ് ഞാൻ പറഞ്ഞത് നേരത്തെ
പറഞ്ഞ ഇക്വേഷൻ, പക്ഷെ അത് നമ്മളിപ്പോ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തെടുത്തു. സോ ഈ ഇക്വേഷൻ പഠിക്കുക, ഇതിന്റെ ഡെറിവേഷൻ പഠിക്കുക. v √t/μ. ഇത് എന്തിന്റെ ഇക്വേഷനാ? ഇത് വെലോസിറ്റി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലായല്ലോ? വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. മനസ്സിലായല്ലോ? മക്കളെ, അടുത്ത് നമ്മൾ സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് കഴിഞ്ഞു. അടുത്തത് സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുമ്പോൾ ഓർക്കണം ഏതാ? സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ്. സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ് മനസ്സിലാക്കണേ. സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഫാക്ടേഴ്സിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ വെലോസിറ്റി ഡിപെൻഡ് ചെയ്യുന്ന ടു ഫാക്ടേഴ്സ്. വൺ ഈസ് ബൾക്ക് മോഡുലസ് ആൻഡ് അനദർ വൺ ഈസ് ഡെൻസിറ്റി. സോ ഒന്ന് ഡിപെൻഡ് ചെയ്യുന്ന ഇതിനെയാ ബൾക്ക് മോഡുലസിനെ, രണ്ടാമത്തെ ഡിപെൻഡ് ചെയ്യുന്നത് എന്താ? ഡെൻസിറ്റിനെ. സോ വെലോസിറ്റി ഡിപെൻഡ്സ് ഓൺ ടു ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ബൾക്ക് മോഡുലസ് ആൻഡ് ഡെൻസിറ്റി. അത് തമ്മിലുള്ള ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ ഇക്വേഷൻ ആണ് എന്ത്? b/ρ എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ആണ്, ബി എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ്. ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പഠിക്കും. സോ മനസ്സിലാക്കുക, വെലോസിറ്റി ഡിപെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിനാണ്. ഒന്ന് ബൾക്ക് മോഡുലസ്, രണ്ടാമത് ഡെൻസിറ്റി റോ. ഈ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ നമ്മൾ നേരത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പഠിക്കുന്ന, പക്ഷെ അത് ഫോക്കസ് ഏരിയയിൽ ഇല്ല. പക്ഷെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, -p/Δ v/v. ഇതാണ് ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ, -p/Δ v/v. ഈ പി എന്ന് പറഞ്ഞാൽ പ്രഷർ, Δ v/v എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച്. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊരു റേഷ്യോ. ഇപ്പൊ പി എന്ന് പറയുന്നത് പ്രഷർ, Δ v/v. v = -p/Δ v/v. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പൊ അതിനു മുമ്പ് ഞാനൊന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്, ഈ ഇതിന്റെ ഒന്ന് ഡയമെൻഷൻ പറയാം. സോ നമുക്ക് വേണ്ടത് ബൾക്ക് മോഡുലസിന്റെയും ഡെൻസിറ്റിയുടെയാണ് വേണ്ടത്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? -p/Δ v/v. ഈ Δ v/v എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ബൈ വോളിയം അല്ലേ? രണ്ടിടത്തെയും റേഷ്യോ. അപ്പൊ അതിന് ഡയമെൻഷൻ ഇല്ല. റേഷ്യോ ഈ സെയിം സാധനമാണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ നോ ഡയമെൻഷൻ. അപ്പം ബൾക്ക് മോഡുലസിന്റെ ഡയമെൻഷൻ എന്തിന്റെ ഡയമെൻഷൻ തന്നെയാ? -p ഡയമെൻഷൻ തന്നെയാ. അല്ലെങ്കിൽ പ്രഷറിന്റെ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് ഇൻടു ആക്സിലറേഷൻ. കുറച്ച് മുമ്പ് കണ്ട് mlt⁻² ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ L². സോ ബൾക്ക് മോഡുലസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ m ഉണ്ട്. ഇവിടെ നോക്കി, എല്ലിന്റെ പവർ 1 ആ, ഇവിടെ താഴെ 2 ആ. അപ്പൊ 1 - 2 എന്ന് വരും. ഈ 2 മേളിലോട്ട് പോകും. 1 - 2. 1 - 2 എന്ന് പറഞ്ഞാൽ -1. സോ ml⁻⁻1. ബാക്കി എന്നാ ഉണ്ട്? t⁻². കണ്ടോ? ml⁻⁻1 t⁻². ഇത് മറക്കാതെ പഠിച്ചു വെക്കുക. ml⁻⁻1 t⁻². ഈ ബൾക്ക് മോഡുലസ് കഴിഞ്ഞു. അടുത്തേതാ? അടുത്തത് നമ്മുടെ ഡെൻസിറ്റിയും കൂടെ അറിയണം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റോ ആണ്. മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. മാസ് ഡിവൈഡ് ബൈ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ L³ അപ്പൊ എന്ത് വരും? ml⁻⁻3. ml⁻⁻3. ഇത് രണ്ടെണ്ണം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡയമെൻഷൻ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ കാണാൻ വേണ്ടി പോകുന്നത്. ഈ രണ്ട് ഡയമെൻഷൻ ഓർത്ത് വെക്കുക. കാരണം ml⁻⁻1 t⁻². മറ്റെന്താണ്? ml⁻⁻3. അപ്പൊ ഇനി ഇതിന്റെ നമുക്ക് പ്രൂഫും കൂടെ നോക്കാം. ഏതിന്റെയാ? ഈ ലോഞ്ചിറ്റ്യൂഡൽ വേവ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട്. നോക്കിയേ, അപ്പൊ നമുക്കറിയാം വെലോസിറ്റി ഡിപെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ബൾക്ക് മോഡുലസ്, രണ്ടാമത്തെ എന്നതാ? ഡെൻസിറ്റി റോ എന്ന് പറയും. നേരത്തെ എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ പവേഴ്സ് കൊടുക്കും. b⁻a, ρ⁻b എന്ന് കൊടുക്കും. ഇനി നോക്കിയേ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊടുക്കും. k എന്ന് കൊടുക്കാം. k × b⁻a, ρ⁻b എന്ന് കൊടുക്കും. ഇനി എന്ത് ചെയ്യണം? ഡയമെൻഷൻ ഇട്ട് കൊടുക്കും. വെലോസിറ്റി b എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. വെലോസിറ്റിയുടെ ഡയമെൻഷൻ Lt⁻⁻1 ആണ്. k അതേപോലെ തന്നെ b⁻a. b എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾക്ക് മോഡുലസ്. കുറച്ചു മുമ്പ് എഴുതിയാൽ എന്തായിരുന്നു? ml⁻⁻1 t⁻²a. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ഡെൻസിറ്റിയുടെ എന്ത് എഴുതിയായിരുന്നു? ml⁻⁻3 കണ്ടോ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ L³ m/L³. L³ മേളിലോട്ട് വെക്കും. ml⁻⁻3. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ പോരെ. നേരത്തെ ചെയ്ത പോലെ തന്നെ. ആദ്യം ഏതായിരുന്നു? പവേഴ്സ് ഓഫ് m. ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് m. ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് m. ഇവിടെ നോക്കിയാൽ m ഉണ്ടോ? ഇല്ല. ലെഫ്റ്റ് സൈഡിൽ m ഇല്ല. ലെഫ്റ്റ് സൈഡിൽ m ഇല്ല. അപ്പൊ 0 which is equal to, ഇവിടെയോ m ന്റെ പവർ ഉണ്ടോ? m ന്റെ പവർ a, m⁻⁴. അപ്പൊ a പ്ലസ് ഇവിടെയോ m⁻b, a + b = 0. a + b = 0. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം ഇതിനകത്തുനിന്ന്? a ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? b = -a എന്ന് കിട്ടും. കണ്ടോ? b = -a. കണ്ടോ? കിട്ടിയല്ലോ. ഇനി ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് m കഴിഞ്ഞു. അടുത്തേതാ? ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് t. നേരത്തെ ഇതുപോലെ തന്നെ ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് t. പവേഴ്സ് ഓഫ് t. ടിയുടെ പവർ നോക്കാം. നോക്കിയേ, ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് t. ഇവിടെ t എത്രയാ? ലെഫ്റ്റ് സൈഡിൽ t എന്ന് പറഞ്ഞാൽ -1. t⁻⁻1 എന്നല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ ടിയുടെ പവർ -2⁻a. കണ്ടോ? -2⁻a. അതായത് -2a. കണ്ടോ? -2a. രണ്ടിടത്തെയും മൈനസ് പോയി. 1 = 2a എന്ന് കിട്ടും. a = 3t
1/2 എന്ന് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ a is equal to 1/2, a is equal to 1/2. a 1/2 ആണെങ്കിൽ b എത്രയാ? മൈനസ് a അല്ലേ? മൈനസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? -1/2. ബിയും കിട്ടി, എത്ര കിട്ടി? -1/2. കേട്ടല്ലോ, a 1/2, b എത്രയാ? -1. ഓർത്ത് വെക്കുക, രണ്ടിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സെയിം തന്നെയാണ് ഇട്ടത്. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കണ്ടേ? ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ നേരത്ത് എന്ത് വരും? എയും കിട്ടി, ബിയും കിട്ടി. ഇനി നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ? ഇട്ട് കൊടുക്കാൻ നേരത്ത് എന്ത് വരും? v is equal to k into b raised to a. b raised to a. എയുടെ സ്ഥാനത്ത് എത്രയാ? 1/2 റോ raised to b. b സ്ഥാനത്ത് എത്രയാ? -1/2. കണ്ടോ, നമ്മൾ എഴുതുമ്പോൾ എത്ര വരും? കെയുടെ വാല്യൂ 1 ആണ്. ഇവിടെയും കെയുടെ വാല്യൂ എന്താണ്? എക്സ്പെരിമെന്റലി ഫൗണ്ട് ചെയ്ത് 1 ആണ്. സോ വി വിൽ ഗെറ്റ് k into b raised to 1/2 സ്ഥാനത്ത് റൂട്ട് b എന്ന് കൊടുക്കാം. റോ raised to -1/2 മൈനസ് ആയതുകൊണ്ട് താഴോട്ട് 1/ρ. കെയുടെ വാല്യൂ 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ഇക്വേഷൻ റൂട്ട് ബി ബൈ റോ എന്ന് കിട്ടും. റൂട്ട് ബി ബൈ റോ. ഇതാണ് എന്ത്? വെലോസിറ്റി ഓഫ് എ സൗണ്ട് വേവ്. വെലോസിറ്റി ഓഫ് എ സൗണ്ട് വേവ്. ഇത് എയറിലാണെങ്കിൽ ഇതിന്റെ വാല്യൂ എത്രയാണ്? 331 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. 331 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ട് ഡിറൈവേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. ഈ ഡെറിവേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യുക? ഒരു ചെറിയൊരു ഇക്വേഷൻ ആണ്. സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ് ഇൻ എ മെറ്റീരിയൽ ഓഫ് ബാർ. നേരത്തെ എന്തായിരുന്നു? മെറ്റീരിയൽ ഓഫ് ബാർ എന്നൊന്നും പറഞ്ഞില്ല, സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ് എന്നേ ഉള്ളൂ പറഞ്ഞു. അത് ബൾക്ക് മോഡുലസിൽ, അതായത് ഒരു വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു മെറ്റീരിയൽ, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിലാണ് സ്പീഡ്, സൗണ്ട് വേവിന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരത്തെ ചിലപ്പോൾ ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഗ്യാസ് ആവാം. പക്ഷെ ഇവിടെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഒരു മെറ്റീരിയൽ ഓഫ് ദ ബാർ, അതിന്റെ അകത്ത് ഒരു സൗണ്ട് വേവിന്റെ സ്പീഡ്. ഇപ്പൊ മെറ്റീരിയൽ ഓഫ് ദ ബാർ എന്ന് പറയുമ്പോൾ ഓർക്കുക, അതൊരു എന്താ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. ആൻഡ് ഇക്വേഷൻ v is equal to y root of y by rho. v is equal to root of y by rho. ഈ y എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ b എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു. y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്. y എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ്. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി. നേരത്തെ പറഞ്ഞ പോലെ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് മാത്രം വെച്ചാൽ മതി. ഇതൊന്നും ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കുറവ്. മക്കളെ, അടുത്ത നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറഞ്ഞ ഒരു ഫോർമുല പഠിക്കാൻ വേണ്ടി പോവാണ്. ന്യൂട്ടൺസ് ഫോർമുല പഠിക്കാൻ നേരത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? അതായത് നമ്മുടെ വെലോസിറ്റി ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എ സൗണ്ട് വേവ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ബി ബൈ റോ എന്ന് കണ്ടു. വെലോസിറ്റി ഓഫ് എ സൗണ്ട് വേവ് അല്ലെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് ബി ബൈ റോ. അപ്പം ഇതിനൊരു ചേഞ്ച് ആര് വരുത്തി? നമ്മുടെ ന്യൂട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. നമ്മൾ ആരും മറക്കാത്ത ഒരു സയന്റിസ്റ്റ് അല്ലെ? കാരണം എന്താ? പുള്ളിയുടെ തലയിലായിരുന്നു എന്ത് വീണത്? ആപ്പിള് വീണത്. ആ പുള്ളി കേരളത്തിലായിരുന്നു. സാധാരണ കേൾക്കാറുള്ള ഒരു ഡയലോഗാണ് ആ സമയത്ത്. നമ്മുടെ ന്യൂട്ടൺ കേരളത്തിലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പുള്ളിയുടെ തലയിൽ ആപ്പിളിന് പകരം എന്ത് വീണേനെ? തേങ്ങ വീണ് പുള്ളി ആ സമയത്ത് തന്നെ വടിയായനെ. അതുകൊണ്ട് നമുക്ക് ഈ ന്യൂട്ടന്റെ കുറെ ലോസ് ഒക്കെ പഠിക്കേണ്ടി വരുമായിരുന്നോ? ഇല്ല. പക്ഷെ പുള്ളി നിർഭാഗ്യവശാൽ പുള്ളി എവിടെയായില്ല? കേരളത്തിലായില്ല. നോക്കിയേ, ന്യൂട്ടൺസ് ഫോർമുല. സോ v is equal to root of b by rho എന്നാണ്. ഇതിന് ഇൻ കേസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, നമുക്കറിയാലോ ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ, ഇൻ കേസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമുക്കറിയാം പി വി ഇസ് ഈക്വൽ ടു എന്താണ്? NRT അല്ലെ? പി വി ഇസ് ഈക്വൽ ടു NRT അല്ലെ? നമുക്ക് ഇങ്ങനെയും പറയാം, പി വി ഇസ് ഈക്വൽ ടു NKBT. ഇത് നമ്മളും ഓൾറെഡി ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കൈനറ്റിക് തിയറിയിൽ പറഞ്ഞു. കെ ബി എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞു. ഇനി നോക്കി, നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞു ഇതൊരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ ആൻ ഐസോതെർമൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ സെയിം ടെമ്പറേച്ചർ ത്രൂ ഔട്ട് എന്താണ്? സെയിം ടെമ്പറേച്ചർ. അപ്പം ഡെൽറ്റ ടി എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താ? T1ഉം T2ഉം T3 എല്ലാം സെയിം ആണ്. സോ T2 മൈനസ് T1 50 ഡിഗ്രി സെൽഷ്യസ് ഒരിടത്ത്, മറ്റിടത്ത് 50 ഡിഗ്രി സെൽഷ്യസ്. അത് തമ്മിലുള്ള ചേഞ്ച് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. ഇനി ന്യൂട്ടൺ ചെയ്ത എന്നാന്ന് വെച്ചാൽ പി വി ഈസ് ഈക്വൽ ടു NRT അല്ലെ? അല്ലെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു NKBT. നമുക്ക് KBT എന്ന് തന്നെ എടുക്കാം. പി വി ഈസ് ഈക്വൽ ടു NKBT. ഇനി ഐസോതെർമൽ ചേഞ്ച് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, ഇത് പ്രോഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. പി വി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ ആക്കി അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്. അപ്പൊ എങ്ങനെ വരും? ആദ്യം എങ്ങനെ ഇക്വേഷൻ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്, രണ്ടാമത്തതിന്റെ ഡെറിവേറ്റീവ്. അപ്പം വി ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് എഴുതുമ്പോൾ നമ്മൾ ഡെൽറ്റ വി എന്ന് എഴുതും. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഏതാ? വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് പി, ഡെൽറ്റ പി. മനസ്സിലായല്ലോ? സോ പി ഇൻറ്റു ഡെൽറ്റ വി, ഫസ്റ്റ് ഇൻറ്റു
ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പി ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡെൽറ്റ വി പ്ലസ് സെക്കൻഡ് ഏതാ വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഏതാ പിയുടെ ഡെറിവേറ്റീവ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എൻ കെ ബി ടി. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, കെ ബി എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. ടീനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ ടി എന്ന് കിട്ടും കേട്ടോ. ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി? ഡെൽറ്റ ടി. നമുക്കറിയാം ഇവിടെ ഡെൽറ്റ ടിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്, കാരണം ഐസോതെർമൽ. അപ്പൊ എന്ത് കിട്ടും? എൻ ഇൻറ്റു കെ ബി ഇൻറ്റു ഇവിടെ എത്ര കിട്ടും? ഡെൽറ്റ ടിയുടെ സ്ഥാനത്ത് 0. അപ്പൊ ഇത് ചെയ്യുമ്പോൾ മൊത്തം 0 ആവും. ഇവിടെയോ പി ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഡെൽറ്റ പി വിച്ച് ഈസ് ഈക്വൽ ടു 0. നോക്കിയേ, ഇപ്പൊ പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. ഇനി നോക്കിയേ, പി ഡെൽറ്റ വിനെ ഞാൻ ഇവിടെ നിർത്തി. ഈ വി ഡെൽറ്റ പി, ഈ രണ്ടാമത്തെ ടേം ഉണ്ടോ? വി ഡെൽറ്റ പി എന്ന് പറയുന്ന ഈ ടേം, ഇതിനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. ഇതിനപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? വി ഡെൽറ്റ പി അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് വി ഡെൽറ്റ പി. കണ്ടോ? വി ഡെൽറ്റ പി പ്ലസ് ആണ് ഇവിടെ, അത് ഇപ്പുറത്തോട്ട് പോയപ്പോ എന്തായി? മൈനസ് വി ഡെൽറ്റ പി. ഈ പി ഡെൽറ്റ വിനെ മാറ്റുമോ? ഇല്ല. ഇതിനകത്ത് ഞാൻ പിക്ക് ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. പി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ നോക്കിയേ, പി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഡെൽറ്റ പി ഉണ്ട്. കണ്ടോ? മൈനസ് ഡെൽറ്റ പി വി ഡിവൈഡഡ് ബൈ ഈ ഡെൽറ്റ വിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. കണ്ടല്ലോ? നോക്കിയേ, മൈനസ് ഉണ്ട്, ഡെൽറ്റ പി ഉണ്ട്, വി ഉണ്ട്. കണ്ടോ? ഡെൽറ്റ പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി താഴോട്ട് വരും. ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ഉണ്ട്, താഴെ ഡെൽറ്റ വി. ഈ മേളത്തെ വി ഇല്ലേ, ഇതിനെ ഞാൻ താഴോട്ട് ഇറക്കി എഴുതി. കണ്ടോ? ഇങ്ങനെ എഴുതി, കാരണം ഇത് ഓട്ടോമാറ്റിക്കലി മേളിലോട്ട് പോകും. നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? പി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ഇങ്ങനെ കിട്ടിയില്ലേ? ഇത് എന്നാ സംഭവം? ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് ഇത് എന്നാന്ന്. ഈ മൈനസ് ഡെൽറ്റ പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി, പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്താണ്? ബൾക്ക് മോഡുലസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്രഷറിനുള്ള ഒരു ഇക്വേഷൻ സ്ഥാനത്ത് പിയുടെ സ്ഥാനത്ത് എന്ത് കിട്ടി? ബൾക്ക് മോഡുലസ് എന്ന് കിട്ടി. നോക്കിയേ, അപ്പൊ പി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ പി ഡെൽറ്റ വി ബൈ വി ആണ്. ഇത് എന്നാന്ന് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ സാധനമാണ് എന്ത്? ബൾക്ക് മോഡുലസ് പി എന്ന് കിട്ടി. അപ്പൊ നോക്കിയേ, നമ്മുടെ നേരത്തെ ഇക്വേഷൻ ആയിരുന്നു ഇവിടെ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ബിയുടെ സ്ഥാനത്ത് ബി എന്തിനോട് ഈക്വൽ? പിയോട് ഈക്വൽ അല്ലേ? പ്രഷറിനോട് ഈക്വൽ അല്ലേ? അപ്പൊ ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? പി ബൈ റോ എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പൊ ഈ പ്രൂഫ് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മളിപ്പോ ചേഞ്ച് വരുത്തിയ എന്താണ് ചേഞ്ച് വരുത്തിയത്? ചേഞ്ച് എന്ന് പറയുന്നത് നോക്കി, ഇതാണ് പി. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് പി ഇസ് ഈക്വൽ ടു ബി എന്നാണ്. നേരത്തെ നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബി ബൈ റോ ആയിരുന്നു. ഈ ബി പിയോട് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? വി ഇസ് ഈക്വൽ ടു പി ബൈ റോ എന്ന് കിട്ടി. എന്ത് കിട്ടി? വി ഇസ് ഈക്വൽ ടു പി ബൈ റോ. ഈ പി എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ഇപ്പൊ ഇത് ആര് പറഞ്ഞതാ? ന്യൂട്ടൺ. സോ ദിസ് ഫോർമുല ഈസ് നോൺ ആസ് ന്യൂട്ടൺസ് ഫോർമുല. ഈ ഫോർമുലയുടെ പേരാണ് എന്ത്? ന്യൂട്ടൺസ് ഫോർമുല. അപ്പൊ നോക്കിയേ, ന്യൂട്ടൺസ് ഫോർമുല ഇത് എന്തിന്റെ ഫോർമുല? സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ്. സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ് എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഇതിനകത്ത് നമുക്കറിയാം സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ്. ഒരു വേവ് എയറിലാ മൂവ് ചെയ്യുന്നെങ്കിൽ അതിന്റെ വെലോസിറ്റി, ആക്ച്വൽ വെലോസിറ്റി എത്രയാണ്? 330 അല്ലെങ്കിൽ 331 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? 331 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ്. പക്ഷേ നമ്മൾ ഇതിന്റെ വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്തു. ഏതാ? പ്രഷറിന്റെയും ഡെൻസിറ്റിയുടെയും എയറിലെ വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്തപ്പം നമുക്ക് അല്ലെങ്കിൽ ന്യൂട്ടൺ എന്താ കിട്ടിയത്? വെലോസിറ്റി എന്ന് പറയുന്നത് 280 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയത്. അപ്പൊ കറക്റ്റ് ആണോ ഇത് ചെയ്തത്? അപ്പൊ ഈ ഫോർമുല തെറ്റാണ്. നമ്മുടെ ആക്ച്വലി വാല്യൂ ഓഫ് സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ 331 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രഷറിന്റെയും ഡെൻസിറ്റിയുടെ ഒക്കെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 280 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 280 മീറ്റർ പെർ സെക്കൻഡ്. ഇത് കറക്റ്റ് ആണോ? ദിസ് ഈസ് റോങ്. ദിസ് ഫോർമുല ഈസ് എന്താണ്? ദിസ് ഫോർമുല ഈസ് റോങ്. പിന്നെ എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് എന്നോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം അല്ലെ? ഇത് തെറ്റായ ഫോർമുല ആണ്. അതെന്റെ കുഴപ്പമല്ല, നമ്മുടെ സിലബസിന്റെ കുഴപ്പം. തെറ്റായ കാര്യങ്ങൾ വീണ്ടും പഠിപ്പിച്ച് പുതുതായിട്ടിലേക്ക് കറക്കും. നല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. So this formula is known as Newton's formula. This formula is wrong. കാരണം മനസ്സിലായല്ലോ? ഐസോതെർമൽ ആയിട്ട് എടുത്തപ്പോഴേക്കും നമുക്ക് വെലോസിറ്റി എത്രയുള്ളൂ കിട്ടിയുള്ളൂ? 280 മീറ്റർ പെർ സെക്കൻഡ്. ആക്ച്വൽ വെലോസിറ്റി എത്രയായിരുന്നു വരേണ്ടത്? 331 മീറ്റർ പെർ സെക്കൻഡ്. സോ there is a decreasing. There is a 15% decrease. So there is a 15% എന്താ? Decrease in speed of sound wave. So there is a 15% decrease in speed of sound wave. Sound wavesന്റെ എത്ര ഡിക്രീസ്? 15% എന്താണ്? കുറവാണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് കറക്റ്റ് ആക്കാനായിട്ട് വേറൊരു സയന്റിസ്റ്റ് വന്ന്, ആ ആളുടെ പേരാണ് ലാപ്ലേസ്. അതും പഠിക്കും.
ഇപ്പൊ നമ്മൾ നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞത് തെറ്റാന്ന് കണ്ടുപിടിച്ചു. ന്യൂട്ടൺ പറഞ്ഞതിൽ നിന്ന് 50% ഡിക്രീസ്ഡ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് ന്യൂട്ടൺ പറഞ്ഞു വെച്ച് കിട്ടിയത്. ആക്ച്വൽ വാല്യൂയിൽ നിന്ന് 50% ഡിക്രീസ്. സോ അപ്പോഴേക്കുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണ് ലാപ്ലേസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. ലാപ്ലേസ് വന്നിട്ട് ന്യൂട്ടൺ പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞു. എന്താ പുള്ളി പറഞ്ഞത്? ലാപ്ലേസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ പ്രഷർ വേരിയേഷൻസ് ഇൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്സ് ആർ അഡിയബാറ്റിക് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഐസോതെർമൽ. നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞത് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള പ്രഷർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ എന്നാണ് നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞത്. പക്ഷെ ലാപ്ലേസ് വന്നിട്ട് അത് തിരുത്തി. ലാപ്ലേസ് വന്നിട്ട് എന്ത് പറഞ്ഞു? പ്രഷർ വേരിയേഷൻസ് ഇൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്സ് ആർ അഡിയബാറ്റിക്. അഡിയബാറ്റിക് ആണെന്ന് പറഞ്ഞു. അത് ഐസോതെർമൽ ആണോ? അല്ല, അഡിയബാറ്റിക് ആണെന്ന് പറഞ്ഞു. മനസ്സിലാക്കുക എന്താണ് ഈ അഡിയബാറ്റിക്. അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ there is no heat change between system and the surrounding. ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സറൗണ്ടിങ്സിലേക്ക് എന്തില്ല? ഹീറ്റ് ചേഞ്ച് നടക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് അഡിയബാറ്റിക്. ഐസോതെർമൽ എന്ന് പറഞ്ഞാലോ? ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെൽറ്റ ടി 0, അതായത് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ പ്രഷർ വേരിയേഷൻ എന്താന്ന് മനസ്സിലായി. അഡിയബാറ്റിക് എന്ന് ആര് പറഞ്ഞു? ലാപ്ലേസ് പറഞ്ഞു. പക്ഷേ നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞത് ഐസോതെർമൽ. അത് തെറ്റാന്ന് കണ്ടുപിടിച്ചു. ഇപ്പൊ എന്താണ്? സൗണ്ട് വേവ്സ് ആർ പ്രൊപ്പഗേറ്റിംഗ്. എങ്ങനെയാ അതിന്റെ പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത്? അഡിയബാറ്റിക്. ഈ അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PV raised to gamma is equal to constant എന്നാണ്. പ്രഷർ വേരിയേഷൻസ് ഇൻ അഡിയബാറ്റിക്. അപ്പം അഡിയബാറ്റിക്കിന്റെ കേസിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? PV raised to gamma is equal to constant. നേരത്തെ എന്തായിരുന്നു? ഐസോതെർമൽ ആയിരുന്നപ്പോ PV is equal to nRT എന്നായിരുന്നു. പക്ഷെ അഡിയബാറ്റിക് വരുമ്പോ എന്താ? PV raised to gamma is equal to constant. ഈ ഗാമ എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്, CP/CV. ഇതൊക്കെ നമ്മൾ എന്താ നമ്മുടെ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന. ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്? CP/CV. CP എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ PV raised to gamma is equal to constant. ഇനി നമുക്ക് ആ ഇക്വേഷനിലെ ചേഞ്ച് എന്നാന്ന് നോക്കാം. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുവാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. PV raised to gamma is equal to constant. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ K എന്ന് എടുത്തു. ഓക്കെ, ജസ്റ്റ് എന്തെടുക്കും. ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഓക്കെ, V raised to gamma x raised to n ആണെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? nx raised to n minus 1. n താഴോട്ടിറക്കി എഴുതുക, കണ്ടോ? x ഇടുക, ഒന്ന് കുറച്ച് മേളിൽ എഴുതുക, n minus 1. ഇവിടെ എന്താ? V raised to gamma ആണ്. V raised to gamma ആണെങ്കിൽ ഗാമ താഴോട്ടിറക്കി എഴുതുക, അടുത്ത V എഴുതുക, ഒന്ന് കുറച്ച് ഗാമ raised to minus 1. കണ്ടോ? അപ്പൊ P into V raised to gamma അതിനെ ഡെറിവേറ്റീവ് എടുക്കും. ഫസ്റ്റ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എടുക്കുമ്പോൾ എന്ത് വരും? പവർ ഗാമ ഇൻടു V raised to gamma minus 1. മനസ്സിലായല്ലോ? ഇപ്പൊ വിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ V എന്ന് കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇൻടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഏതാ? V raised to gamma. സെക്കൻഡ് ടൈം ഏതാ? V raised to gamma ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇപ്പം ഡെൽറ്റ P which is equal to കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. മനസ്സിലായല്ലോ? അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ P ഇൻടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണ് പ്രോഡക്റ്റ് റൂൾ? രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇൻടു P ഇൻടു V raised to gamma. V raised to gamma എന്ന് പറഞ്ഞാൽ അതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? ഗാമ ഇൻടു V raised to gamma minus 1 ഇൻടു ഡെൽറ്റ V. വിനെ ഡെറിവേറ്റീവ് ചെയ്തുകൊണ്ട് പ്ലസ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ V raised to gamma ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ P is equal to 0. ഇതിനകത്ത് നിന്ന് P ക്ക് ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പൊ അതിനുവേണ്ടി ഈ ടേമിനെ ഇവിടെ നിർത്തുക. P ഇൻടു ഗാമ ഇൻടു V raised to gamma minus 1. ഈ വിയും ഗാമയും തമ്മിൽ മാറിപ്പോലെ ഡെൽറ്റ V. ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? which is equal to മൈനസ് ഡെൽറ്റ P V raised to gamma മൈനസ് ഡെൽറ്റ P V raised to gamma. ഇപ്പൊ നോക്കി, ഇതിനകത്ത് P എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് ഡെൽറ്റ P V raised to gamma ഡിവൈഡഡ് ബൈ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? V raised to gamma minus 1 ഉണ്ട്, അതേപോലെ ഒരു ഡെൽറ്റ V ഉണ്ട്, പിന്നെ എന്താ? ഒരു ഗാമ കൂടെ ഉണ്ട്. കണ്ടോ? ഗാമ അല്ലെ വേണ്ട, നമുക്ക് ആ ഗാമാനെയും കൂടെ അവിടെ നിർത്തിയേക്കാം. ഇപ്പൊ എഴുതിയിട്ടുള്ള ഈ PV ഇല്ലേ, ഈ P ഗാമ ഇല്ലേ, ഈ ഗാമാനെ അവിടെ നിർത്തി, P ഗാമാനെ അവിടെ നിർത്തി, ബാക്കി ഇതിനെ താഴോട്ടുണ്ട്. കണ്ടോ? ഡെൽറ്റ V raised to gamma minus 1, പുറത്ത് ഡെൽറ്റ P V raised to gamma. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, ഇവിടെ ചേഞ്ച് വരുത്താൻ പോവാം. മൈനസ് ഡെൽറ്റ P, ഇവിടെ ഒരു ഡെൽറ്റ V ഉണ്ട്, കണ്ടോ? ആദ്യം എടുത്തിരിക്കുന്ന ഏതൊക്കെയാ? മൈനസ് ഡെൽറ്റ P എടുത്ത് ഡെൽറ്റ V എടുത്തു, അത് എഴുതി. ബാക്കി നോക്കിയേ, ബാക്കിയുള്ള ടേംസ് ഏതൊക്കെയാ? ഈ V raised to gamma, ഇവിടെ ഏതാ? V raised to gamma minus 1. രണ്ടിന്റെയും ബേസ് സെയിം ആണേ. നമുക്കറിയാം A raised to m ഡിവൈഡഡ് ബൈ A raised to n എന്താ? A raised to m minus n. സെയിം ബേസ് ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പവർ ഇവിടെ ഏതാ? V raised to gamma സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് ഇവിടെ ഏതാ? ഗാമ മൈനസ് 1. മൈനസ് ഇടുമ്പോൾ ബ്രാക്കറ്റ് ഇടണേ. ഇവിടെ ഗാമ, ഇവിടെ ഏതാ? ഗാമ മൈനസ് 1. ഇതിനെ ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും? P ഗാമ is equal to നോക്കിയേ മൈനസ് ഡെൽറ്റ P ബൈ ഡെൽറ്റ V. ഇവിടെ നോക്കിയേ V raised to
ഗാമ മൈനസ് ഗാമ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് രണ്ടും പോകും, ഗാമ മൈനസ് ഗാമ പോകും. പിന്നെ മൈനസ് ഓഫ് -1 എന്താ +1, അപ്പൊ v⁻1. മനസ്സിലായല്ലോ? നമുക്ക് എന്ത് കിട്ടി? -Δp ഡിവൈഡഡ് ബൈ Δv ഇൻറ്റു v. ഇതിനെ വീണ്ടും അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വീണ്ടും അറേഞ്ച് ചെയ്യുമ്പോൾ -Δp, നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ Δv ഉണ്ട്, ഈ വിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരും. താഴോട്ട് കൊണ്ടുവരുമ്പോൾ എത്ര വരും? Δv/v എന്ന് കേട്ടോ. Δv/v, ഈ v നേരെ മേലോട്ട് പോയാൽ മേലോട്ട് തന്നെ പോകത്തുള്ളൂ. സോ -Δpv ഡിവൈഡ് ബൈ Δv എന്നായിരുന്നു. ഈ വിനെ താഴോട്ട് കൊണ്ടുപോയി കേട്ടോ. ഈ വിനെ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? താഴോട്ട് കൊണ്ടുപോയി. ആ താഴോട്ട് പോകുമ്പോൾ Δv/v എന്ന്. മനസ്സിലായല്ലോ? ഇത് തന്നെയായിരുന്നു Δp ഡിവൈഡ് ബൈ Δv/v. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു -p ഡിവൈഡഡ് ബൈ Δv/v. ഇതെന്താ? ബൾക്ക് മോഡുലസ്. ഇതിന് നമുക്ക് എന്ത് എഴുതാം? ബൾക്ക് മോഡുലസ് എന്ന് എഴുതാം. അപ്പൊ ഏതാണ് ബൾക്ക് മോഡുലസ്? p = p അല്ല, നേരത്തെ p = p ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ? p gamma = b. p gamma = b. ഗാമ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്, Cp/Cv. അപ്പൊ മനസ്സിലായല്ലോ? നേരത്തെ പോലത്തെ p = b അല്ല, ഇവിടെ എന്താ? p gamma = b. എന്ത് കിട്ടി? p gamma = b. ഗാമ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റിയുടെ റേഷ്യോ, Cp/Cv. അപ്പൊ നമ്മുടെ നേരത്തെ റേഷ്യോ എന്നായിരുന്നു? v b/ρ എന്നായിരുന്നു റേഷ്യോ. നമ്മുടെ ന്യൂട്ടൺ വന്നിട്ട് എന്താക്കി? ന്യൂട്ടൺ വന്നിട്ട് ബിക്ക് വരെ എന്താക്കി? ബിയുടെ സ്ഥാനത്ത് p/ρ എന്നാക്കി, ന്യൂട്ടൺസ് ഫോർമുല. പക്ഷെ ലാപ്ലേസ് വന്നിട്ട് അത് തിരുത്തി ബിയുടെ സ്ഥാനത്ത് എന്താക്കണം? p ഗാമയാക്കി. ഇപ്പൊ നോക്കിയേ, ലാപ്ലേസ് വന്നിട്ട് മാറ്റി. അപ്പൊ ലാപ്ലേസ് കറക്ഷൻ എന്നാ വിളിക്കുന്നത്. ലാപ്ലേസ് കറക്ഷൻ എത്രയാ? ലാപ്ലേസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ v = b അല്ലേ? ഈ ബിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? ബിയുടെ സ്ഥാനത്ത് p ഗാമ എന്ന് കൊടുക്കും. p ഗാമ ഡിവൈഡഡ് ബൈ എന്താ? റോ കേട്ടോ. p/ρ എന്നാണ്. അപ്പൊ b/ρ എന്നാണ്. ബിയുടെ സ്ഥാനത്ത് p ഗാമ എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ റോ. മനസ്സിലായല്ലോ? ഈ കറക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? ലാപ്ലേസ് കറക്ഷൻ. p ഗാമ/ρ. മനസ്സിലാക്കി പഠിച്ചോക്കണം എന്താണ് ലാപ്ലേസ് കറക്ഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി നോക്കിയേ, ഗാമയുടെ വാല്യൂ 7/5 ആണ്. എവിടെ? എയറിന്റെ കേസിൽ ഗാമയുടെ വാല്യൂ എത്രയാണ്? 7/4. ഈ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? വെലോസിറ്റി. വെലോസിറ്റി എത്ര കിട്ടി? 331 m/s കിട്ടി. അപ്പൊ വെലോസിറ്റി എത്ര കിട്ടി? 331 m/s. അതല്ലായിരുന്നു നമുക്ക് കിട്ടാനുള്ളത്. ആ വെലോസിറ്റി തന്നെ എന്ത് കിട്ടി? ലാപ്ലേസ് ചെയ്തപ്പോൾ. ലാപ്ലേസ് ചെയ്ത കറക്ഷൻ എന്ന ഐസോതെർമൽ അല്ല പ്രഷർ വേരിയേഷൻ. എന്താണ്? നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ് ആണ് പ്രഷർ വേരിയേഷൻ കണ്ടു. അപ്പൊ ഇതാണ് ആര് ചെയ്തത്? ലാപ്ലേസ് കറക്ഷൻ. ഇതാണ് കറക്റ്റ്. ന്യൂട്ടൺ ചെയ്തത് ശരിയാണോ? അല്ല, ന്യൂട്ടൺ ചെയ്തത് തെറ്റാണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല. അപ്പൊ ഇതോടെ നമ്മുടെ തിയറി പാർട്ടൊക്കെ എന്ത് ചെയ്തു? കംപ്ലീറ്റ്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ തിയറി പാർട്ട് എല്ലാം കഴിഞ്ഞു. നോക്കിയേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. വെലോസിറ്റി ഓഫ് എ സൗണ്ട് ഇൻ വാക്വം. വാക്വത്തില് ഒരു സൗണ്ടിന്റെ വെലോസിറ്റി നമുക്കറിയാം 0 m/s. സൗണ്ട് വാക്വത്തിലൂടെ മൂവ് ചെയ്യോ? ഇല്ല. അതിന്റെ വെലോസിറ്റി എത്രയാണ്? 0 m/s. അടുത്ത ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ക്വാണ്ടിറ്റി റിമെയിൻ അൺചേഞ്ച്ഡ് വെൻ എ സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ചേഞ്ച് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അൺചേഞ്ച്ഡ്, ചേഞ്ച് ചെയ്യാത്ത ഏതാ? ഫ്രീക്വൻസി. ഓർത്ത് വെക്കുക, ഏതാ? ഫ്രീക്വൻസി. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറെ വട്ടം ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻസി. വാട്ട് ഈസ് എഫക്ട് ഓഫ് പ്രഷർ ഓൺ വെലോസിറ്റി ഓഫ് സൗണ്ട്? വെലോസിറ്റി ഓഫ് സൗണ്ടിൽ പ്രഷറിന് എന്തെങ്കിലും എഫക്ട് ഉണ്ടോ? ഇല്ല. നോ എഫക്ട്. ഓർത്ത് വെക്കുക, നോ എഫക്ട്. കണ്ടല്ലോ, പ്രഷർ വെലോസിറ്റി ഓഫ് സൗണ്ടുമായിട്ട് ഡിപ്പെൻഡഡ് അല്ല. നോ എഫക്ട്. അടുത്ത് നോക്കിയേ, സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പൊ നമുക്കറിയാം വാട്ടർ വേവ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടെണ്ണം. ട്രാൻസ്വേഴ്സ് വേവിൽ നമ്മൾ 3 എക്സാമ്പിൾ ആണ് പഠിച്ചത് അല്ലെ? അല്ല, മെക്കാനിക്കൽ വേവ്സിൽ 3 എക്സാമ്പിൾ. സ്ട്രിങ്, വാട്ടർ വേവ്സ്, സൗണ്ട് വേവ്സ്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം സ്ട്രിങ്ങും വാട്ടർ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിന് എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ്സ്. ലോഞ്ചിറ്റ്യൂഡിന് എക്സാമ്പിൾ ഏതാ? സൗണ്ട് വേവ്സ്. അതേപോലെ തന്നെ ട്യൂണിംഗ് ഫോർക്ക് അല്ലെങ്കിൽ എയർ കോളവും എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സാമ്പിൾ. ഓർത്ത് വെക്കുക. എ ബ്രാസ് വയർ ഓഫ് 1 meter ലെങ്ത്. അപ്പൊ ലെങ്ത് എത്രയാ? 1 meter. ലെങ്ത് 1 meter. എ മാസ് ഓഫ് 6 × 10⁻³ അപ്പൊ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 × 10⁻³ കിലോഗ്രാം. ഇതൊക്കെ എഴുതി വെക്കുന്നത് നല്ല കേട്ടോ. നമുക്കിപ്പോ ഇക്വേഷൻ അറിയത്തില്ലെങ്കിലും ഒന്നും അറിയത്തില്ലെങ്കിലും ഇതൊക്കെ എഴുതി വെക്കുന്നത് നല്ല. 1/2 മാർക്കെങ്കിൽ 1/2 മാർക്ക് കിട്ടും. ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ ടെൻഷൻ അറ്റ് എ ടെൻഷൻ 60 Newton. ഇപ്പൊ ടെൻഷൻ എത്രയാണ്? 60 Newton. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ്. സിമ്പിൾ ആണ്. ടെൻഷൻ തന്നിട്ടുണ്ട്, ലെങ്ത്തും മീറ്ററും എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെലോസിറ്റി ഇക്വേഷൻ ആയിരുന്നു അല്ലെ? വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v = √T/μ. വെലോസിറ്റി ഇക്വേഷൻ ആയിരുന്നു √T/μ. μ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെ? ലീനിയർ മാസ് ഡെൻസിറ്റിയാ. μ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. മാസ് എത്രയാണ്? മാസ് എന്ന് പറഞ്ഞാൽ 6 × 10⁻³ ഡിവൈഡഡ് ബൈ ലെങ്ത്. ലെങ്ത് എത്രയാ? 1.
സെയിം തന്നെ കിട്ടും 6 into 10⁻³ അപ്പൊ നമ്മുടെ മ്യൂട്ടിയിലെ മ്യൂ എന്ന് പറഞ്ഞാൽ 6 into 10⁻³ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വെലോസിറ്റിയിലെ ടി ബൈ മ്യൂ എന്ന് പറയുന്നത് ടി എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞാൽ 6 into 10⁻³ ഈ 10⁻³ മുകളിലോട്ട് പോകുമ്പോൾ എന്താവും 10⁻+3 ആവുമല്ലോ 60/6 into 10⁻+3 ഈ 6ഉം ഈ 6 കൊണ്ട് വെട്ടി പോകുമ്പോൾ എന്താവും 10 into 10⁻³ എന്ത് കിട്ടി 10 into 10⁻³ ഇവിടെ 10⁻1 ആ 1ഉം 3 കൂടെ വരുമ്പോൾ എത്രയാവും 10⁻4 ആവും 1ഉം 3 കൂടെ വരുമ്പോൾ 10⁻4 റൂട്ട് 4 എത്രയാണ് 2 അപ്പൊ 10² എന്ന് കിട്ടും 10ഉം √4 എന്നാവും അല്ലെ നമുക്കറിയാലോ 10⁻4 ആണ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ ⁻1/2 4/2 എത്രയാണ് 2 എന്ന് കിട്ടും അപ്പൊ ആൻസർ എത്രയാണ് വെലോസിറ്റി 10² m/s 10² എന്ന് പറഞ്ഞാൽ 100 m/s സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ചെയ്യാവുന്ന ഒരു ഇക്വേഷൻ ആണ് ലെങ്തും മാസും ടെൻഷനും തന്നിട്ടുണ്ട് മ്യൂ കണ്ടുപിടിക്കുക ആദ്യമേ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ മക്കളെ ഒരു ഇക്വേഷൻ ഓഫ് ദ വേവ് വന്നിട്ടുണ്ട് 4 sin pi 2t minus 0.01 x എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ കണ്ടുപിടിക്കാനാ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം പിന്നെ എന്താ വേവ് ലെങ്ത് ഇനീഷ്യൽ ഫേസ് ഫ്രീക്വൻസി ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കിയേ നമുക്കറിയാം സാധാരണ ഒരു മൈനസ് കിട്ടാം അപ്പൊ നമുക്ക് നമ്മുടെ വേവിന്റെ ഇക്വേഷൻ എന്താണ് സാധാരണ വേവിന്റെ ഇക്വേഷൻ y = a sin എന്താണ് kx - ωt + φ kx - ωt + φ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇവിടെ ഫൈ ഇല്ല ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ വല്ലതും തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് എത്രയാണ് 0 ആണ് അല്ലെ ആംഗിൾ ഒന്നും തന്നിട്ടില്ല ഫൈ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് അത് 0 ആണ് അപ്പൊ പോട്ടെ ഇവിടെ പക്ഷെ 2t നമുക്ക് ഈ ടിക്കാണ് സാധാരണ നെഗറ്റീവ് വരേണ്ടത് എന്നിട്ട് എക്സിന് എന്തായിരുന്നു പോസിറ്റീവ് കെ എക്സിനകത്ത് കെ എക്സിന്റെ പോസിറ്റീവ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു മൈനസ് കോമൺ എടുക്കാം ഈ മൈനസ് കോമൺ എടുത്ത് കഴിയുമ്പോൾ എന്ത് വരും ഈക്വേഷൻ y = ഉണ്ടോ 4 sin pi എന്ന് എഴുതി നോക്കിയേ 2t - ωx 0.01x അപ്പൊ ഞാൻ ആദ്യം 0.01x എഴുതി എന്നിട്ട് 2t മൈനസ് ആക്കി എന്നിട്ട് -2t ഇത് വെറുതെ എനിക്ക് അങ്ങനെ മൈനസ് ഇടാൻ പറ്റത്തില്ല ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ വെളിയിൽ എന്ത് കൊടുത്തു ഒരു മൈനസ് ഓഫ് -2t + 2t മൈനസ് ഓഫ് 0.1x 0.01x ഓക്കെ സോ അപ്പം ഇതൊരു മോഡലായി ഇനി പൈനെയും കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ അപ്പൊ എത്ര കിട്ടും y = -4 sin പൈ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 0.01 πx മൈനസ് 2 into πt എത്രയാ 2πt മനസ്സിലായല്ലോ 0.01 into πx 2 into πt മനസ്സിലായല്ലോ അപ്പൊ -4 ഇപ്പൊ നമ്മുടെ ഒരു ജനറൽ ഫോർമുല ഏതാ y = a sin kx - ωt + φ മനസ്സിലായല്ലോ അപ്പൊ ചേഞ്ച് വരുത്തിയത് മനസ്സിലാക്കണം എന്താണ് ചേഞ്ച് വരുത്തിയത് ആദ്യമേ എക്സ് നെഗറ്റീവ് ആയിരുന്നു പക്ഷെ നമ്മൾ അത് എന്തിനാക്കി അതിനെ 0 പോസിറ്റീവിലോട്ടാക്കി ഒരു മൈനസ് വെളിയിൽ എടുത്തിട്ട് അതാണ് -4 എന്ന് കിട്ടിയത് 2t ഇപ്പൊ എന്തായി നെഗറ്റീവ് -2πt ഈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പൈ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു പൈ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു ഉണ്ടാവും 0.01 πx 2 into π മനസ്സിലായല്ലോ ഇനി നോക്കിയേ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് ആംപ്ലിറ്റ്യൂഡ് -4 നടക്കുന്നത് പക്ഷെ നമ്മൾ മൈനസ് ഇടത്തില്ല ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അത് എത്രയോ എടുത്തുള്ളൂ +4 എന്നേ എടുത്തുള്ളൂ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് അതിനെന്താ 4 മീറ്റർ എന്ന് കൊടുക്കാം ഇനി വേവ് ലെങ്ത് അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ആയി ഇനിഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 0 ആയി കാരണം ഫൈ എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടെ ഇല്ല അത് 0 ആയി ഇത് നോക്കി വേവ് ലെങ്ത് കൊണ്ട് പിടിക്കണം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡയാണ് നമുക്കറിയാം കെ എക്സ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും kx = എത്രയാ kx = എത്രയാ 0.01 πx എന്ന് കിട്ടും കണ്ടോ kx = 0.01 πx ഇതിനടുത്ത് രണ്ടത്തും എക്സ് കട്ട് ചെയ്യാലോ ഈ കെ എന്ന് പറഞ്ഞാൽ എന്താ കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ് അപ്പൊ കെയുടെ സ്ഥാനത്ത് 2π/λ which is equal to 0.01 π രണ്ടിടത്തും പൈ ഉണ്ട് പൈ അങ്ങോട്ട് വെട്ടിക്കളയണം എനിക്ക് വേണ്ടത് എന്നതാ എനിക്ക് വേണ്ടത് ലാംഡയുടെ വാല്യൂ അപ്പൊ നമുക്ക് എന്ത് കിട്ടി 2/λ = 0.01 ഈ 0.01 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ 0. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും 1/100നെയാണ് ഈ 0.01 എന്ന് വിളിക്കുന്നത് അല്ലെ 1/100 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും 0.01 എന്ന് കിട്ടും ഇതിനകത്ത് ലാംഡ എന്ന് പറഞ്ഞാൽ എന്ത് വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ലാംഡ into 1 ലാംഡ കണ്ടോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാംഡ into 1 ലാംഡ which is equal to 2 into 100 2 into 100 എത്രയാണ് 200 എന്ന് കിട്ടും കണ്ടോ ലാംഡ എത്ര കിട്ടി 200 ലെങ്ത് ആയതുകൊണ്ട് മീറ്റർ മനസ്സിലായല്ലോ അപ്പൊ kx = എത്ര കിട്ടി കമ്പയർ ചെയ്യുമ്പോൾ kx = 0.01 πx എന്നാണ് എക്സും പോയി k എന്ന് പറഞ്ഞാൽ 2π/λ പൈയും പോയി സോ 2/λ = 0.1 ഈ 0.01നെ വേണേ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം കേട്ടോ എങ്ങനെ വേണമെങ്കിൽ എഴുതിയാലും കുഴപ്പമില്ല അപ്പൊ 2 = എന്ത് കിട്ടും 0.01 into
ലാംഡ. നിങ്ങൾ ആണെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. ലാംഡ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 2/0.01. ഇത് കാൽക്കുലേറ്റർ ചെയ്താൽ എത്ര കിട്ടത്തുള്ളൂ? 200 മീറ്റർ. ഇപ്പം വേവ് ലെങ്തും കഴിഞ്ഞു, ആംപ്ലിറ്റ്യൂഡും കഴിഞ്ഞു, ഇനിഷ്യൽ ഫേസും കഴിഞ്ഞു. ഇനി എന്താണ് കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി കാണണ്ടേ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഒമേഗയാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെറും ഫ്രീക്വൻസിയാണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, മൈനസ് ഓക്കെ. ഒമേഗ ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 2πt എന്ന് കിട്ടി. കണ്ടോ, ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2πt. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 2πt. ഈ ടിയും പോയി ഒമേഗ ഇസ് ഈക്വൽ ടു 2π എന്ന് കിട്ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2πf. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. ഈ രണ്ടിടത്തെയും 2πയും പോയി. എഫ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 1. അപ്പൊ എത്ര കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. കണ്ടോ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താ? ഹെഡ്സ്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ഹെഡ്സ് എന്ന് കിട്ടി. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഫ്രീക്വൻസി വേണ്ടത്? ഒന്നുകൂടെ പറയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ആംഗുലാർ ഫ്രീക്വൻസി എടുക്കുക. അത് എത്രയാ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π. ഒമേഗ ടി ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 2πt എന്ന് കിട്ടി. ഒമേഗ ടി ഇസ് ഈക്വൽ ടു 2πt. ഈ ടിയും പോയി. ഇനി നമുക്കറിയാം ഒമേഗയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2πf. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒമേഗയുടെ സ്ഥാനത്ത് 2πf എന്ന് ഇട്ടു. ഇസ് ഈക്വൽ ടു 2πf എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 2π. ഈ 2πയും കൂടെ കട്ട് ചെയ്യും. അല്ലെങ്കിൽ 2π/2π എത്രയാ? 1. മനസ്സിലായല്ലോ? 1 ഹെഡ്സ് എന്ന് കിട്ടി. ഇത് മനസ്സിലായല്ലോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടല്ലോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? കുറെ വട്ടം ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അതും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാം. മക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുക. അതായത് ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ തരും, എന്നിട്ട് ആംപ്ലിറ്റ്യൂഡ്, വെലോസിറ്റി, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഇനിഷ്യൽ ഫേസ് എല്ലാം ചോദിക്കും. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ എല്ലാം ചെയ്തേക്കാം. അതാണ് ഞാൻ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഇടാത്ത എല്ലാം നമ്മൾ ചെയ്യാൻ പോവാം. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക് ആദ്യം കാണുന്നത് അല്ലെ. നമുക്കറിയാം ഇതിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? y is equal to a sin ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് 5 എന്നാണ്. ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് 5 എന്നാണ്. ഓക്കെ, എയുടെ സ്ഥാനത്ത് എത്രയാ? എയുടെ സ്ഥാനത്ത് 3 അല്ലേ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 3. ഇവിടെ സെന്റിമീറ്ററിലാണ് ഇരിക്കുന്നത്. അപ്പൊ 3 സെന്റിമീറ്റർ. നോക്കിയേ, ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് കഴിഞ്ഞു. ഇനി ഇനിഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഈ പൈയിലെ ടേംസിൽ എഴുതുന്നത്. അപ്പൊ ഇനിഷ്യൽ ഫേസ് എത്രയാ? ഇനിഷ്യൽ ഫേസ് എന്ന് പറയുന്നത് 5. എത്രയാ ഇനിഷ്യൽ ഫേസ്? 5 എന്ന് പറയുന്നത് എത്രയാണ്? π/4. അപ്പൊ ഇത്രയും കാര്യം കിട്ടിയില്ലേ? ഡയറക്റ്റ് എഴുതാവുന്ന കാര്യങ്ങളായത്. ആംപ്ലിറ്റ്യൂഡും 5 ഇനിഷ്യൽ ഫേസ്. പിന്നെ ചോദിക്കാം, ഇതൊരു ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ? ഇതെന്താണ്? ട്രാവലിംഗ് വേവ് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് ട്രാവലിംഗ് വേവ് മാത്രമേ ഉള്ളൂ. ഈ പ്ലസ് π/4 അല്ലെങ്കിൽ ഒമേഗ ടി എന്നൊക്കെ കണ്ടാലേ ഓർക്കണം അതെന്താ? ട്രാവലിംഗ് വേവ് ആണ്. ഇനി നോക്കിയേ, ഇനി അറിയേണ്ടത് എന്തൊക്കെയാണ് ഫ്രീക്വൻസി, ഇനി എന്തൊക്കെയാണ് വേവ് ലെങ്ത് അതൊക്കെ നോക്കാം. ഫ്രീക്വൻസി കാണാൻ എന്ത് ചെയ്യണം? നോക്കിയേ, ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ? 36t അല്ലേ. അപ്പൊ ഒമേഗ ടി എന്ന് പറയുന്നത് 36t ഈക്വല അല്ലെ. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വല? ഉണ്ടോ? ഒമേഗ ടി എന്ന് പറഞ്ഞാൽ 36t ഈക്വല. ഈ ടിയും കൂടെ കട്ട് ചെയ്യാലോ. അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ ടു 36 എന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് ഫ്രീക്വൻസി കാണാമല്ലോ. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2πf. അത് 36 ആണ് നമുക്കറിയാം. കണ്ടോ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf 36. ഇതിനകത്ത് നിന്ന് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 36. ഈ 2π താഴോട്ട് വരും. 36 ഡിവൈഡഡ് ബൈ 2π എന്നാവും. 36ഉം 2 കൂടെ ഡിവൈഡ് ചെയ്യും. 36/2 എത്രയാ? 18. 36/2 18/π എന്ന് കിട്ടും. ഫ്രീക്വൻസി എത്ര കിട്ടി? 36 ഡിവൈഡഡ് ബൈ 2π. 36/2 18 ഡിവൈഡഡ് ബൈ π. മനസ്സിലായല്ലോ? ഇതാണ് ഫ്രീക്വൻസി. ഹെഡ്സ് എന്ന് കൊടുക്കാം. 18/π. ഇത് ഫ്രീക്വൻസി കിട്ടി. നമുക്ക് വേവ് ലെങ്ത് കൂടെ കാണാലോ. kx ഈക്വൽ ടു ഇതാ. അപ്പൊ kx ഈക്വൽ ടു 0.018 എന്ന് കിട്ടി. 0.1 നോക്കട്ടെ. 0.018 കറക്റ്റ് ആണ്. എക്സ് ആണ് 0. കണ്ടോ, എക്സ് ഈക്വൽ ടു 0.018 എക്സ്. എക്സും പോയി. കെ എന്ന് പറഞ്ഞാൽ 2π/λ വിച്ച് ഈസ് ഈക്വൽ ടു 0.018. കേട്ടോ, 0.018. ഇതിനകത്ത് നിന്ന് 2π ഉണ്ട്. ഈ 0.018 അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടേക്ക് എത്ര കിട്ടും? 0.018 വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ. ലാംഡ ഇങ്ങോട്ടും വന്ന് 0.018 ഇങ്ങോട്ടും വന്നു. ഇതാണ് ലാംഡ. ഇനി പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. പൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 22/7 അല്ലെങ്കിൽ 3.14. പൈയുടെ വാല്യൂ എത്രയാ? അത് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതി കൊടുക്കാം. ഇത്രയും സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? ഇനി ഇതിനകത്ത് നിന്ന് ഇത് കാണണോ? ഏതാ കണ്ടേ? വെലോസിറ്റി കാണണമല്ലോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ലാംഡയാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂ ലാംഡ അല്ലെങ്കിൽ എഫ് ലാംഡ. ന്യൂ എന്ന് പറഞ്ഞാലും ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലും സെയിം ആണ്. എത്ര കിട്ടും? v ഈക്വൽ ടു എഫ്. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18/π ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 2π ഡിവൈഡഡ് ബൈ 0.018. ഈ പൈയും കൂടെ വെട്ടിപ്പോയില്ലേ? ഇപ്പൊ എത്ര കിട്ടി? v ഈക്വൽ ടു 18 × 2 36 ഡിവൈഡഡ് ബൈ 0.018. 36 ഡിവൈഡ് ബൈ 0.018 നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കി. 36 ഡിവൈഡ് ബൈ 0.018 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്?
2000 എന്ന് കിട്ടും. 2000 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ? 2000 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. സോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കണം. ഇത് എന്ത് വേവ് ആണ്? ട്രാവലിംഗ് വേവ്. എന്താണ്? ട്രാവലിംഗ്. സ്റ്റേഷനറി ആണോ ട്രാവലിംഗ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ ഏതാ? ട്രാവലിംഗ് വേവ്. ആംപ്ലിറ്റ്യൂഡ് ഡയറക്റ്റ് എഴുതുക, ഇനിഷ്യൽ ഫേസും ഡയറക്റ്റ് എഴുതുക, ഒമേഗ ടി വെച്ചിട്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഒമേഗ ടി വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഫ്രീക്വൻസി. kx വെച്ചിട്ട് എന്താ? വേവ് ലെങ്ത് കണ്ടുപിടിക്കും. മനസ്സിലായല്ലോ? ഇനി ടൈം പീരീഡ് ചോദിച്ചാൽ ഇതിന്റെ റെസിപ്രോക്കൽ. ഇത് എഫ് ഇതല്ലേ? അപ്പൊ ടൈം പീരീഡ് ചോദിച്ചാൽ ഇതിന്റെ റെസിപ്രോക്കൽ 18/π തിരിച്ചിട്ടാൽ മതി, π/8. മനസ്സിലായല്ലോ? കാരണം ടൈം പീരീഡും എഫും തമ്മിലുള്ള റിലേഷൻ T=1/f. അപ്പൊ മനസ്സിലായ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്താ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സാമ്പിൾ തന്നിട്ട് ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി ആണോ എന്ന് ചോദിച്ചാൽ ട്രാവലിംഗ് എന്ന് എഴുതിക്കോ, നോക്കാനൊന്നുമില്ല, അതേ ഉള്ളൂ ചോദിക്കത്തുള്ളൂ. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ചോദിക്കാം. ഈ ടൈപ്പ് ഇപ്പൊ ചെയ്ത പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ 2 ചെയ്തു. ആ 2 ഈ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യൻ 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എക്സാം പോയിന്റ് ഉണ്ടെങ്കിൽ നോക്കിയോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളു മക്കളെ. ആ ഡെറിവേഷൻസ് പഠിക്കുക. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഡോപ്ലർ എഫക്റ്റ് നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ പോർഷൻ ഇപ്രാവശ്യം കട്ട് ചെയ്തു. ഓക്കെ, സോ അറിയാവുന്ന നമുക്ക് ഉള്ള കാര്യങ്ങൾ, ഇന്ന് വീഡിയോ ചെയ്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, നല്ല സ്കോർ മേടിച്ച് നല്ല മാർക്കോടെ A+ മേടിക്കുകയാണെങ്കിൽ എന്താ, നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എന്തായിരിക്കും? സന്തോഷമായിരിക്കും. നമ്മൾ അവരെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മൾ ഇരിക്കുന്നത്, അല്ലെ? നാട്ടുകാരല്ല, വീട്ടുകാരെങ്കിലും സന്തോഷിപ്പിക്കണം. സോ നല്ല മാർക്ക് മേടിക്കുക, A+ മേടിക്കുക. എന്ത് ചെയ്യുക? കുറച്ച് ദിവസങ്ങളുള്ള കുറച്ച് ദിവസം നന്നായിട്ടൊന്ന് ടഫായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഫുൾ A+ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കും, നമ്മുടെ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റും. സോ ഫുൾ A+ മേടിക്കുക, നല്ല മാർക്ക് മേടിക്കുക, എന്ത് ചെയ്യുക? +2 വന്നിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം. എന്താ പറയുന്നത്, അതുവരേക്കും ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേ കേട്ടോ. പഠിച്ചു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ എന്ത് ചെയ്യുക? നമുക്ക് ഒരു പുതിയ വീഡിയോയിലായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.